श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोकाभिराम जय श्रीराम राम राम लोकाभिराम जय. അഹല്യാസ്തുതി. ഞാൻ അഹോ കൃതാർത്ഥയായേൻ. ജഗന്നാഥ, നിന്നെ കാണായി വന്നതുമൂലം അത്രയുമല്ല ചൊല്ലാം ഞാൻ എന്തുകൊണ്ടാണ് കൃതാർത്ഥയായത് എന്ന് ഞാൻ പറയാം. പത്മജ രുദ്രാദികളാൽ അപേക്ഷിതം. പത്മജൻ ബ്രഹ്മാവ്, രുദ്രൻ ശിവൻ, ഇവരാലൊക്കെ ഭഗവാനോട് അപേക്ഷിക്കപ്പെടുന്നത് ഭഗവാന്റെ പാദപത്മ സംലഗ്ന പാംസു, ഭഗവാന്റെ ആ പാതാരവിന്ദങ്ങളിൽ നിന്ന് ഉതിരുന്ന ആ ഒരു പൊടി ഏൽക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഭഗവാനോട് അപേക്ഷിക്കുന്നത്. എന്നാലോ അത് അവർക്ക് കിട്ടിയോ എന്ന് സംശയമാണ്. പക്ഷേ ലേശം ഇന്ന് എനിക്കല്ലോ സിദ്ധിച്ചു. ഭഗവാനെ, അങ്ങയുടെ ആ പാദരേണു എൻ്റെ ശിരസിൽ പതിച്ചുവല്ലോ ഭഗവാനെ. ഇതിലും വലിയൊരു അനുഗ്രഹം ഇനി എന്താണ് വേണ്ടത്? അത് ഭവത് പ്രസാദ അതിരേകത്താൽ, അങ്ങയ്ക്ക് എന്നോടുള്ള ആ ഒരു പ്രസാദത്താൽ, അതിൻ്റെ അതിരേകത്താലാണ്. അതിനെത്തുമോ ബഹുകൽപ്പകാലം ആരാധിച്ചാലും? ഇത് ആർക്കാണ് ഇങ്ങനെയൊക്കെ ലഭിക്കുക? എനിക്ക് സംശയമാണ്. ബഹുകൽപ്പം, അത്രയധികം കാലം ആരാധിച്ചാൽ പോലും ഭഗവാന്റെ ആ പാദദീക്ഷ ഏറ്റവും മഹത്തായ ദീക്ഷയാണത്രേ പാദദീക്ഷ. പാദം കൊണ്ട് അനുഗ്രഹിക്കപ്പെടുക, അങ്ങനെ ഒരു മഹാഭാഗ്യം ലഭിച്ചല്ലോ ഭഗവാനെ. ചിത്രം എത്രയും തവ ചേഷ്ടിതം. വളരെ വിചിത്രമാണ് ഭഗവാനെ അങ്ങയുടെ പല ചേഷ്ടകളും ലീലകളും. ജഗത്പതേ, മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്ന ദേവം, അങ്ങ് മർത്യഭാവം പൂണ്ടിട്ട് ഇവിടെ ഞങ്ങളെയൊക്കെ ആ മായയിൽപ്പെടുത്തി ഞങ്ങളെയൊക്കെ അങ്ങ് മോഹിപ്പിക്കുന്നു. എന്നാൽ അങ്ങാവട്ടെ ആ മായാലേശമില്ലാത്ത ആനന്ദമയനായോരതിമായികൻ. ആ മായ അങ്ങയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ മായാധീശനാണ്, മായ അങ്ങയുടെ അധീനതയിലാണ്. അതാണ് അതിമായികൻ. അങ്ങ് പൂർണ്ണനാണ്. ന്യൂന അതിരേക ശൂന്യൻ, അങ്ങയിൽ ഒന്നും കുറവില്ല. ന്യൂനം അതില്ല, അതിരേകം ഒന്നും കൂടുതലുമല്ല, എല്ലാം പൂർണ്ണമാണ്. എന്നാൽ അങ്ങ് ശൂന്യനാണ്. ശൂന്യൻ എന്നാൽ ഇവിടെ അങ്ങല്ലാതെ മറ്റൊന്നില്ല. അതുകൊണ്ടാണ് അതിനെ പൂർണ്ണമെന്നും ശൂന്യമെന്നും എല്ലാം ഇങ്ങനെ രണ്ട് വിപരീത പദങ്ങളാലാണ് പൊതുവെ ബ്രഹ്മത്തെ വർണ്ണിക്കുക. അതങ്ങനെയേ പറയാൻ പറ്റുള്ളൂ എന്നാണ്. ഒപ്പം അചലനല്ലോ ഭവാൻ, അങ്ങ് ചലിക്കാത്തവനാണ്. കാരണം എങ്ങും നിറഞ്ഞു നിൽക്കുന്നതിന് പിന്നീട് ഒരു ചലനത്തിന്റെ ആവശ്യമില്ല. ത്വത് പാദാംബുജ പാംസു പവിത്ര ഭാഗീരഥി. ഭഗവാനെ, അങ്ങയുടെ ആ പാദം കഴുകിച്ച വെള്ളം, ആ ഒരു വാമനാവതാരത്തിൽ ഭഗവാൻ തൻ്റെ 3 അടി അളക്കാൻ വേണ്ടിയിട്ട് കാല് പൊക്കിയ സമയത്ത് സത്യലോകത്തിൽ വന്നെത്തിയ ആ കാല് ബ്രഹ്മാവ് കഴുകിച്ചപ്പോൾ അങ്ങനെ ആ വെള്ളമാണ് ഭാഗീരഥി, ഗംഗയായിട്ടൊഴുകിയത്. അങ്ങനെ അങ്ങയുടെ പാദാംബുജ പാംസു, അതിൻ്റെ ആ മണൽത്തരി, അങ്ങയുടെ പാദത്തിന്റെ ആ പൊടികളാൽ പവിത്രമാണ് ഭാഗീരഥി, ആ ഗംഗ. സർപ്പഭൂഷണ വിരിഞ്ചാദികൾ, സർപ്പഭൂഷണനായിട്ടുള്ള പരമശിവനും ബ്രഹ്മാദികൾ എല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും
ത്വത്പ്രഭാവത്താലല്ലോ. ആ ലോകത്തെ മുഴുവൻ ശുദ്ധമാക്കിക്കൊണ്ടാണ് ഈ ഗംഗാനദി ഒഴുകി താഴേക്ക് വരുന്നത്. അതേസമയം സിദ്ധിച്ചേനല്ലോ ഞാനും ത്വത് പാദസ്പർശം ഇപ്പോൾ. അങ്ങനെയുള്ള അങ്ങയുടെ ആ പാദസ്പർശമാണല്ലോ ഭഗവാനെ എനിക്ക് ഇന്ന് ഏൽക്കാൻ സാധിച്ചത്. പണ്ട് ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പിതു വൈകുണ്ഠവാസനായ ഭഗവാനെ, എന്തൊരു സുഹൃതമായിരിക്കാം ഞാൻ മുൻ ജന്മങ്ങളിൽ ചെയ്തത്. തത്കുണ്ഠാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു. തത്കുണ്ഠാത്മനാം എന്നാൽ ഭഗവാനിൽ ആ ഒരു മനസ്സ് ഇല്ലാത്ത, മനസ്സ് സമർപ്പിക്കാത്തവർക്ക് ദുർലഭമാണ് ഭഗവാന്റെ ദർശനം അല്ലെങ്കിൽ ഭഗവാന്റെ അനുഭവം. അങ്ങനെയുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുകയുമില്ല. അങ്ങനെയുള്ള അല്ലയോ വിഷ്ണു, അങ്ങ് മർത്യനായി അവതരിച്ചോരു പൂരുഷം ദേവം. അങ്ങ് മർത്യരൂപത്തിൽ അവതരിച്ചു. ചിത്തമോഹനം, മനസ്സിനെ മോഹിപ്പിക്കുന്ന രമണീയ ദേഹിനം, മനോഹരമായ ദേഹകാന്തിയുള്ള രാമനെന്നു പേരുള്ള അങ്ങ് ശുദ്ധം അദ്ഭുത വീര്യം. അങ്ങ് ശുദ്ധമാണ്, യാതൊരു കലർപ്പുമില്ലാത്ത, രജോ ഗുണത്തിന്റെയോ തമോ ഗുണത്തിന്റെയോ കലർപ്പില്ലാത്ത സത്വഗുണമാണ് അങ്ങയുടെ ഈ ശരീരം. അത് അദ്ഭുതമാണ്, അദ്ഭുതമായ വീര്യം, അത്രയും വീരപ്രദമാണ്. സുന്ദരം, ധനുർധരം, അങ്ങ് ചാപധാരിയാണ്. തത്വം അദ്വയം, അങ്ങ് തത്വസ്വരൂപനാണ്. അദ്വയം, രണ്ടില്ലാത്ത ഒന്നുമാത്രമായ ആ സത്തയാണങ്ങ്. സത്യസന്ധം ആദ്യന്തഹീനം, അങ്ങ് സത്യം മാത്രമായിട്ടുള്ള ആ വസ്തുവാണ്. അങ്ങേക്ക് ആദിയുമില്ല അന്തവുമില്ല. നിത്യം അവ്യയം, അങ്ങനെയുള്ള അങ്ങയെ ഭജിച്ചിടുന്നേനി നിത്യം. അങ്ങയെ ഞാൻ എന്നും നിത്യവും ഞാൻ ഭജിച്ചിടുന്നു. ഭക്തിയൈവ, ഭക്തിയാൽ മാത്രമാണ് ഞാൻ അങ്ങയെ നിത്യവും ഭജിക്കുന്നത്. അതല്ലാതെ എനിക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിട്ടല്ല. അതാണ് ഭക്തിയായേവ. ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങയെ ഭജിക്കുന്നത്. മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല. അതേസമയം ഞാൻ മറ്റൊരു ശക്തിയെയും ഞാൻ ഭജിക്കുന്നില്ല. കാരണം അങ്ങ് ആ പരമാത്മസ്വരൂപനാണ്. അതാണ് അതിനൊരു കാരണമായിട്ട് പറയുന്നു. യാതൊരു പാദാംബുജം ആരായുന്നിതു വേദം. വേദവാക്യങ്ങളൊക്കെ ലക്ഷ്യമായിട്ട് പറയുന്നത് അങ്ങയുടെ ആ പാദാംബുജത്തിൽ ശരണം പ്രാപിക്കുകയാണ്. ഏതൊരാളിന്റെ പാദാംബുജമാണോ വേദം തിരയുന്നത്, അല്ലെങ്കിൽ നമ്മോട് തിരയാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്, യാതൊരു നാഭി തന്നിലുണ്ടായി വിരിഞ്ചനും, ഏതൊരു പരമാത്മാവിന്റെ ആ നാരായണന്റെ നാഭിയിൽ നിന്നാണോ വിരിഞ്ചനുണ്ടായത്, യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ, ഏതൊരു ആ ഒരു സത്വമൂർത്തിയുടെ നാമമാണോ മഹാദേവൻ ജപിക്കുന്നത്, ചേതസ തത്സ്വാമിയെ, ആ ഭഗവാനെ ഞാനിതാ നിത്യം വണങ്ങുന്നേൻ. നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും, ചന്ദ്രശേഖരൻ ശിവൻ, ഭാരതീരമണൻ, ഭാരതി വാണിദേവിയായ സരസ്വതിയുടെ ഭർത്താവിന്റെ സ്ഥാനമായിട്ട് ബ്രഹ്മാവിനെ പറയും. അങ്ങനെ ബ്രഹ്മാവും ഭാരതീദേവിയും, ഇനി ആ വാണീദേവി തന്നെയും ബ്രഹ്മലോകത്തിങ്കൽ നിന്ന്, ആ ബ്രഹ്മലോകത്തിങ്കൽ ഇരുന്ന് അന്വഹം എന്നും അങ്ങയെ കീർത്തിക്കുന്നു. കൽമഷഹരം രാമചരിതം രസായനം, കൽമഷത്തെ, നമ്മുടെ എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കുന്ന ആ രസായനമായിട്ടുള്ള, അമൃതിന് തുല്യമായിട്ടുള്ള ആ രാമചരിതം അവരെന്നും ആ ബ്രഹ്മലോകത്തിൽ ഇരുന്ന് കീർത്തിക്കുന്നുവല്ലോ ഭഗവാനെ. കാമരാഗാദികൾ തീർന്ന് ആനന്ദം വരുവാനായി ഈ രാമചരിതം കീർത്തിക്കുന്നത് കൊണ്ട് ഈ ലോകത്തോടുള്ള നമ്മുടെ രാഗം, ആ ഒരു അറ്റാച്ച്മെന്റ്, അതുപോലെ ആഗ്രഹങ്ങൾ, എത്ര അനുഭവിച്ചാലും തീരാത്ത കാമനകൾ, ഇതൊക്കെ തീർന്നാൽ മാത്രമേ ആനന്ദം വരികയുള്ളൂ. അത് തീർന്ന് ആനന്ദം വരുവാനായി
രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ. ആദ്യൻ, അദ്വയൻ, ഏകൻ, അവ്യക്തൻ, അനാകുലൻ. ഈ പദങ്ങളുടെ ഒക്കെ അർത്ഥങ്ങൾ പലതവണ പറഞ്ഞതാണ്. അപ്പോ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല. ഏതെങ്കിലും അർത്ഥം അറിയാതെ ഉണ്ട് എന്ന് തോന്നിയാൽ ചോദിക്കാം. വേദ്യനല്ല ആരാലുമെന്നാലും, ആരാലും അങ്ങ് അറിയപ്പെടാൻ, അങ്ങയെ അറിയപ്പെടാൻ വെറുതെ അങ്ങ് അറിയാൻ സാധ്യമല്ല. അങ്ങ് വേദാന്ത വേദ്യനാണ്. ഇതും മുന്നേ പറഞ്ഞതാണ്. ഉപനിഷത്ത് വാക്യങ്ങളാൽ മാത്രമേ ഭഗവാനെ അറിയാൻ സാധിക്കുള്ളൂ. പരമൻ, പരാപരൻ, പരമാത്മാവ് പരൻ, പരബ്രഹ്മാഖ്യൻ, പരമാനന്ദമൂർത്തിനാഥൻ, പുരുഷൻ, പുരാതനൻ, കേവല സ്വയം ജ്യോതി. അങ്ങ് സ്വയംഭൂവാണ്. ഈ ലോകത്തിൽ അങ്ങ് ജനിച്ചവനല്ല, അങ്ങ് സ്വയം, അതായത് അങ്ങ് തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. സകല ചരാചര ഗുരു. ഈ ചരാ അചരങ്ങൾക്കും, ജീവൻ ഉള്ളതിനും ജീവൻ ഇല്ലാത്തതിനും എല്ലാറ്റിനും അങ്ങ് ഗുരുവാണ്, കാരുണ്യമൂർത്തിയാണ്. ഭുവന മനോഹരമായൊരു രൂപം പൂണ്ട് ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ. അങ്ങ് ഈ ലോകത്തിൽ ഇടക്കൊക്കെ ഓരോ മനുഷ്യരൂപത്തിൽ അവതരിക്കുന്നത് അങ്ങയെ സ്തുതിക്കുന്നതിലൂടെ പിന്നീട് ആ ജനങ്ങൾക്ക്, ഭക്തജനങ്ങൾക്ക്, ഈ ഭുവനത്തിങ്കലുള്ള എല്ലാ ജനങ്ങൾക്കും അനുഗ്രഹത്തെ വരുത്തുവാനാണല്ലോ ഭഗവാനെ അങ്ങ് ഓരോരോ രൂപം കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം എപ്പോഴും തിങ്ങിന ഭക്തിയാ ഭജിച്ചിടുന്നേൻ മനസ്സി ഞാൻ. സ്വതന്ത്രൻ, പരിപൂർണൻ, ആനന്ദൻ, ആത്മാരാമൻ, അതന്ത്രൻ. അതന്ത്രൻ എന്ന വാക്കിന് ഊർജസ്വലനായിട്ടിരിക്കുക, എപ്പോഴും ആ ഒരു പ്രകാശസ്വരൂപനായിരിക്കുന്ന, നിജമായാഗുണബിംബിതനായിട്ട്. ആ പരമാത്മാവ് എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ പല രൂപങ്ങളായി കാണുന്നത്? ആ പരമാത്മാവ് ഒരു ബിംബമാണെങ്കിൽ ഈ മായയുടെ ഈ ആവരണം എന്നത് ഒരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്ന പല രൂപങ്ങളാണ് നമുക്കിവിടെ പലതായിട്ട് ഇവിടെ പലതുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മായാഗുണ ബിംബിതനായിട്ട്. അങ്ങനെയാണ് ഈ ജഗത് ഉദ്ഭവ സ്ഥിതി സംഹാരാദികൾ, ഈ ലോകമുണ്ട് എന്ന തോന്നല് പോലും അങ്ങനെയാണ്. അതിനുവേണ്ടി സ്ഥിതി സംഹാരാദികൾ ചെയ്യുവാൻ, ഇവിടെ എന്തെങ്കിലും ഒരു സൃഷ്ടി ചെയ്യുമ്പോൾ അതിന് കുറെ ആളുകൾ, അതിന്റെ ഒരു നായക സ്ഥാനത്ത് ആളുകൾ വേണം. അതിനായിട്ട് സ്ഥിതിക്ക്, ഉദ്ഭവത്തിന് ബ്രഹ്മാവ്, സ്ഥിതിക്ക് വിഷ്ണു, സംഹാരത്തിന് രുദ്രൻ, ഇങ്ങനെയുള്ള ഭേദങ്ങൾ പൂണ്ടു വന്നതും ഭഗവാനെ അങ്ങ് തന്നെയാണ്. അങ്ങ് അഖണ്ഡനാണ്. അതാണ് സംഹാരാദികൾ ചെയ്യുവാൻ അഖണ്ഡനായിട്ടുള്ള, അങ്ങേക്ക് ഒരു ഭേദമില്ല. ശരിക്കും അങ്ങ് പൂർണ്ണനാണ്. എന്നാൽ ആ പൂർണ്ണനായിട്ടുള്ള അങ്ങ് തന്നെയാണ് ഈ മൂന്ന് രൂപങ്ങൾ പൂണ്ടിട്ട് ഭേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി. അങ്ങാവട്ടെ സത്വരജ തമോ ഗുണങ്ങൾക്കൊക്കെ അതീതനാണ്. എന്നാൽ ഈ മായയിലേക്ക് വരുമ്പോൾ ഇതിലേതെങ്കിലും ഒരു ഗുണം കൂടുതലായിട്ടിരിക്കണം. അതുകൊണ്ട് തന്നെ സത്വമൂർത്തിയായിട്ട് വിഷ്ണുവായും, രജോമൂർത്തിയായിട്ട് ബ്രഹ്മാവും, തമോമൂർത്തിയായിട്ട് രുദ്രനായിട്ടും, എന്നാലോ അങ്ങ് യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ലാത്ത നിർഗുണമൂർത്തിയാണ്. വേദാന്ത വേദ്യൻ മമ ചേതസി വസിക്കണം. എന്റെ മനസ്സിൽ ഭഗവാനെ അങ്ങെന്നും വസിക്കണം. രാമ രാഘവ പാദപങ്കജം നമോസ്തുതേ. ശ്രീമയം, അങ്ങ് ഐശ്വര്യം, അതാണ് അങ്ങ്, ശ്രീമയമാണങ്ങ്. ശ്രീദേവി പാണിദ്വയ പത്മാർച്ചിതം. സാക്ഷാൽ മഹാലക്ഷ്മി ശ്രീദേവി തന്റെ പാണിദ്വയങ്ങളാൽ, തന്റെ രണ്ട് കൈകളാൽ പത്മം കൊണ്ട്, താമര കൊണ്ട് അങ്ങയെ അർച്ചിക്കുന്നു. മാനഹീനന്മാരാം ദിവ്യന്മാരാൽ അഭിമാനം ഇല്ലാതാക്കുന്നവരാണ് യോഗികൾ. അവരുടെ ഉള്ളിൽ ആ വ്യക്തിബോധം, അഹങ്കാരം ഇല്ലാതെയാകുന്നു. അതുകൊണ്ട് തന്നെ മാന, അപമാന, അഭിമാനബോധമില്ല. അതാണ് പറയുന്നത്. മാനഹീനന്മാരായിട്ടുള്ള, ദിവ്യന്മാരായിട്ടുള്ള ആ സന്യാസിമാരാൽ, മഹർഷിമാരാൽ അങ്ങ് അനുധ്യേയം, എപ്പോഴും ധ്യാനിക്കപ്പെടുന്നു.
എന്നാൽ അങ്ങാകട്ടെ ആ വാമനാവതാരത്തിൽ മാനാർത്ഥം, ഒരു അളവിന് വേണ്ടിയിട്ട് മഹാബലിയോട് ഞാൻ 3 അടി അളക്കാം എന്ന് പറഞ്ഞിട്ട്, അവിടെ മാനാർത്ഥം എന്നതിന് ഭഗവാന്റെ ഒരു അഭിമാനം കാക്കാൻ എന്നും വേണമെങ്കിൽ പറയാം. 3 അടി കൊണ്ട് ആക്രാന്ത ജഗത്രയം, ഈ 3 ലോകത്തെയും അങ്ങ് അളന്നെടുത്തുവല്ലോ ഭഗവാനെ. ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം, ബ്രഹ്മാവിന്റെ കരങ്ങളാൽ ക്ഷാളിതം എന്നാൽ എപ്പോഴും കഴുകപ്പെടുന്ന, നിർമ്മലമാക്കപ്പെടുന്ന പത്മോപമം, ആ താമരയ്ക്ക് തുല്യമായിട്ട് നിർമ്മലമായിട്ടുള്ള ശംഖ ചക്ര കുലിശ മത്സ്യ അങ്കിതം. ഇവിടെ ഭഗവാൻ സാധാരണ ശംഖ ചക്ര ഗദ താമര ഇതൊക്കെയാണ് പറയുക. പക്ഷെ ഇവിടെ കുലിശം എന്നാൽ മഴുവാണ്, മത്സ്യാങ്കിതം. അപ്പൊ മത്സ്യം മകരമത്സ്യത്തിന്റെ ആകൃതിയിലാണ് ഭഗവാന്റെ കുണ്ടലങ്ങൾ എന്നാണ് പറയുക. ഇങ്ങനെയൊക്കെ അടയാളപ്പെട്ട അങ്ങ് മനോനികേതനം, എന്റെ മനസ്സിൽ അങ്ങ് സ്ഥാനം ഉറപ്പിച്ച് അവിടെ അങ്ങനെ ഇരിക്കണം. കൽമഷ വിനാശനം, എന്റെ എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്ന നിർമ്മലാത്മാനാം, നിർമ്മലാത്മാനാം പരം ആസ്പദം, നിർമ്മലാത്മാക്കളായിട്ടുള്ള ആ യോഗികൾക്ക് പരം ആസ്പദം, അങ്ങാണ് ആശ്രയം. അങ്ങനെയുള്ള അങ്ങയെ നമോസ്തുതേ. ജഗദാശ്രയം, ഈ ജഗത്തിനാശ്രയം അങ്ങാണ്. ജഗദാശ്രയം ഭവാൻ, ജഗത്തായതും ഭവാൻ, അങ്ങ് തന്നെയാണ് ഈ ജഗത്തും. ജഗതാം ആദിഭൂതനായതും ഭവാനല്ലോ, ഈ ജഗത്തിന് ആദ്യം ഉണ്ടായതും അങ്ങ് തന്നെയാണല്ലോ. സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ, അങ്ങയിൽ നിന്നാണ് എല്ലാ ജീവജാലങ്ങളും ഉണ്ടാകുന്നതെങ്കിലും ഒന്നിനോടും അങ്ങ് ഒട്ടിപ്പിടിക്കുന്നില്ല, അതാണ് അസക്തനാണ് ഭവാൻ. നിർവികാരാത്മാ, വികാരങ്ങളില്ല, മാറ്റങ്ങളില്ലാത്തവനാണ്. സാക്ഷിഭൂതനായതും ഭവാൻ, ഈ ലോകത്തിന്റെ സാക്ഷിയായിട്ടിരിക്കുന്നവനാണ് ഭവാൻ. അജൻ അവ്യയൻ ഭവാൻ, അജിതൻ, അജിതൻ ആരാലും ജയിക്കപ്പെടാത്തവനാണ്. നിരഞ്ജനൻ, അഞ്ജനം കൺമഷി, അന്ധകാരത്തിന്റെ ആ ഒരു അജ്ഞാനത്തിന്റെ ഒരു ഉപമിക്കാനാണ് പറയുക, അജ്ഞാനത്തോട് ഉപമിക്കുന്നു. അങ്ങനെ നിരഞ്ജനൻ എന്നാൽ നിർമ്മലൻ. വചസാം വിഷയമല്ലാതൊരാനന്ദമല്ലോ ഭഗവാനെ, അങ്ങയിലുള്ള ഭക്തി കൊണ്ടുണ്ടാകുന്ന ആനന്ദത്തെ നമുക്ക് വാക്കുകൾ കൊണ്ടൊന്നും പറയാൻ സാധ്യമല്ല. ഇങ്ങനെ വാച്യവാചക ഉഭയഭേദേന, വാച്യം അത് പറയപ്പെടേണ്ടതും വാചകം ആ പറയപ്പെടേണ്ട വാക്കും ഈ 2 ഭേദത്താൽ, അതായത് അങ്ങയെ സ്തുതിക്കുന്ന സമയത്ത് ഒരു വാക്ക് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ അതിന്റെ അർത്ഥത്തോടുകൂടെ എന്റെ മനസ്സിൽ ജഗന്മയൻ ഭഗവാൻ വാച്യനായി വരേണമേ, എന്റെ ഉള്ളിൽ അങ്ങ് തെളിയണം. അങ്ങയെ സ്തുതിക്കുമ്പോൾ വാക്കുകൾ അർത്ഥത്തോടുകൂടെ വരേണമേ. വാക്കിന് സദാമമ, എന്റെ വാക്കിന് അങ്ങ് അർത്ഥത്തോടുകൂടെ എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണമേ ഭഗവാനെ. കാര്യകാരണ കർത്തൃഫല സാധന ഭേദം. ഈ ലോകത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ലോകം കാര്യമാണ്. ആ കാര്യമായ ലോകത്തിനൊരു കാരണമുണ്ടാകണം, അതിനൊരു കർത്താവുണ്ടാകണം. ഇങ്ങനെയുള്ള ഫലസാധന ഭേദം, ഇങ്ങനെയുള്ള ഭേദങ്ങൾ നമുക്കങ്ങനെ തോന്നുന്നത് മായയാ, ബഹുവിധ രൂപയാ തോന്നിക്കുന്നു. നമുക്കതൊക്കെ ഈ മായയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ ലോകം എന്തോ ഒന്നിൽ നിന്ന് ഉണ്ടായതാണെന്നും ഇതിന്റെ ഉദ്ഭവം എന്താണെന്നൊക്കെ നമ്മൾ തേടിപ്പോകുന്നത് ഈ മായയാൽ ഭ്രമിക്കപ്പെടുന്നത് കൊണ്ടാണ്. കേവലമെന്നാകിലും അങ്ങ് കേവല സ്വരൂപനാണ്, അങ്ങയ്ക്ക് ഒന്നിനും ആശ്രയമില്ല, അങ്ങ് ആ ആത്മസ്വരൂപനായിട്ട് തന്നെ ഇരിക്കുന്നവനാണ്. എങ്കിലും നിന്തിരുവടി അത് അങ്ങ് അങ്ങനെയാണ് എങ്കിൽ പോലും സേവകന്മാർക്കു പോലും, അങ്ങയിൽ ഭക്തി ചെയ്യുന്നവർക്ക് പോലും അറിവാൻ അരുതല്ലോ, അത് പലർക്കും അറിയുന്നില്ലല്ലോ ഭഗവാനെ. കാരണം ത്വന്മായാവിമോഹിത ചേതസാമജ്ഞാനിനാം, കാരണം ഭക്തന്മാരെന്ന് പറയുമ്പോൾ തന്നെ അവരും ഈ മായാലോകത്താണുള്ളത്. അതുകൊണ്ട് വിമോഹിതമായ ചേതസ് ഉള്ളതിനാൽ ആ അജ്ഞാനികൾക്ക്
ത്വൻ മാഹാത്മ്യങ്ങൾ, അങ്ങയുടെ ശരിയായ മാഹാത്മ്യം നേരെ അറിഞ്ഞുകൂടായല്ലോ, ആർക്കും അറിയുന്നില്ലല്ലോ ഭഗവാനെ. മാനസേ വിശ്വാത്മാവാം നിൻ തിരുവടി തന്നെ, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആത്മാവായിരിക്കുന്ന അങ്ങയെ, അങ്ങ് ചിലപ്പോഴൊക്കെ ഒരു അവതാരം സ്വീകരിച്ചു വരുമ്പോൾ എന്നെപ്പോലെ ഒരു മനുഷ്യനാണ് അങ്ങുമെന്ന് ഓരോരുത്തരും കരുതുന്നു. അതാണ് മാനുഷനെന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ. അങ്ങനെ അജ്ഞാനികളായിട്ടുള്ള ആളുകളാണ് ഭഗവാനെ ഒരു മനുഷ്യൻ മാത്രമായിട്ട് കണ്ടിട്ട് ശ്രീരാമചന്ദ്രൻ അങ്ങനെ ചെയ്തല്ലോ, ഇങ്ങനെ ചെയ്തല്ലോ, എന്താ അങ്ങനെ ചെയ്തത്, ഇങ്ങനെയൊക്കെയുള്ള വിമർശനം അജ്ഞാനികളുടെ ഭാഗത്തു നിന്നേ ഉണ്ടാവുകയുള്ളൂ. അങ്ങയുടെ ആ ചേഷ്ടയെ അതിനെ വിലയിരുത്താനൊക്കെ ഈ മായാലോകത്ത് കിടക്കുന്ന മനുഷ്യർക്ക് എങ്ങനെ സാധിക്കാനാണ്? അങ്ങ് പുറത്തും അകത്തും എല്ലായിടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നത് നിത്യം നിന്തിരുവടിയല്ലോ. അങ്ങ് ആകാശം പോലെയാണ്. ആകാശം എന്നാൽ നമ്മൾ മുകളിൽ കാണുന്നത് എന്നല്ല, സ്പേസ് എന്നർത്ഥം. നമ്മുടെ ശരീരം മുഴുവൻ സ്പേസ് ഉണ്ട്, പുറത്തും സ്പേസ് ഉണ്ട്, ഉള്ളിലും സ്പേസ് ഉണ്ട്. ഇതേപോലെ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു അങ്ങ്. നിത്യം അത് അങ്ങ് തന്നെയാണല്ലോ. ശുദ്ധൻ, അദ്വയൻ, സമൻ, നിത്യൻ, നിർമ്മലൻ, ഏകൻ, ബുദ്ധൻ. ബുദ്ധൻ എന്നാൽ തത്വം കൊണ്ട് മാത്രം അറിയപ്പെടുന്നവൻ. അവ്യക്തൻ എന്നാൽ അവ്യക്തമാണ് താനും, ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ സാധ്യമല്ല. ശാന്തൻ, അസംഗൻ, ഒന്നിനോടും ഒട്ടിച്ചേരാത്തവൻ. നിരാകാരൻ, യഥാർത്ഥത്തിൽ ഭഗവാന് ഒരു ആകാരവും ആകൃതിയുമില്ല. സത്വാദി ഗുണത്രയയുക്തയാം ശക്തിയുക്തൻ. ആ ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ ഓരോ സൃഷ്ടി നടത്തുന്നത് തന്റെ തന്നെ സത്വാദി ഗുണത്രയയുക്തയായിട്ടുള്ള സത്വരജ തമോ ഗുണങ്ങളോട് കൂടിയ ആ മായാശക്തിയോട് കൂടിയവനാണങ്ങ്. ആ മായാശക്തി അങ്ങയുടെ തന്നെ ഒരു ഭാഗമാണ്. അതാവട്ടെ സത്വാദി ഗുണത്രയയുക്തയാണ്. ആ പരാശക്തിയോടുകൂടിയാണ് അങ്ങ്. ആ പരാശക്തിയെ ഉപയോഗിച്ചാണ് ഇവിടെ സൃഷ്ടി നടത്തുന്നത്. ഇങ്ങനെ സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ, എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ജീവാത്മാവായിരിക്കുന്നതും ഭഗവാനെ അങ്ങ് തന്നെയാണല്ലോ. ഭക്താനാം മുക്തിപ്രദൻ, അങ്ങയിൽ മനസ്സ് വെച്ചിരിക്കുന്ന ഭക്തന്മാർക്ക് ആ ഭക്തി മുക്തിയിലേക്ക് നയിക്കുന്നു. ഇനി യുക്താനാം, അങ്ങയിൽ സ്വതവേ മനസ്സ് ലയിപ്പിച്ചിരിക്കുന്നവർക്ക് അങ്ങ് യോഗപ്രദനാണ്. മോക്ഷത്തെ അത് അങ്ങയിലേക്ക് ചേരുന്നു, സായുജ്യ മോക്ഷത്തെ തരുന്നു. സക്താനാം ഭുക്തിപ്രദൻ, എന്നാൽ ഈ ലോകത്തോട് ശക്തി ഉള്ളവർക്കാണെങ്കിൽ ഭഗവാനെ തന്റെ ചില ആഗ്രഹങ്ങൾക്ക് മാത്രമായിട്ട് വിളിക്കുന്നവർക്ക് പോലും ഭഗവാൻ അവരാഗ്രഹിക്കുന്ന ഭുക്തിയെ പ്രദൻ കൊടുക്കുന്നു. അതാണ് സക്താനാം ഭുക്തിപ്രദൻ. ലൗകികരായ ആളുകൾക്ക് അവരാഗ്രഹിക്കുന്നതും കൊടുക്കുന്നു. സിദ്ധാനാം സിദ്ധിപ്രദൻ, പലതരത്തിലുള്ള സിദ്ധികളുള്ളവർക്ക് ആ സിദ്ധിയെ പ്രദാനം ചെയ്യുന്നത് ഭഗവാനെ അങ്ങ് തന്നെയാണല്ലോ. തത്വാധാരാത്മാ, തത്വം തന്നെയാണ് അങ്ങ്, എല്ലാറ്റിനും ആധാരമാണ് അങ്ങ്. ദേവൻ, സകല ജഗന്മയൻ, തത്വജ്ഞൻ, തത്വം കൊണ്ട് മാത്രം അറിയാവുന്നവൻ. നിരുപമൻ, അങ്ങയോട് ഉപമിക്കാൻ ഇവിടെ ഒന്നുമില്ല. നിഷ്കളൻ, നിരഞ്ജനൻ, നിർഗുണൻ, നിശ്ചഞ്ചലൻ, നിർമ്മലൻ, നിരാധാരൻ, നിഷ്ക്രിയൻ, നിഷ്കാരണൻ. അങ്ങേക്കൊരു കാരണമില്ല. അങ്ങ് ഇവിടെ ഉണ്ടാവാൻ എന്ത് കാരണം എന്ന് വെച്ചാൽ അതിന് ഉത്തരമില്ല. നിരഹങ്കാരൻ, തന്റേത് എന്നൊരു വ്യക്തിബോധമില്ല. ഇവിടെ എല്ലാം ഭഗവാനാണ്. ആ ആത്മബോധത്തിൽ ബോധസ്വരൂപനായിരിക്കുന്നവനാണ് അങ്ങ്. നിത്യനാണ്. സത്യജ്ഞാന അനന്ത ആനന്ദാമൃതാത്മകൻ, അങ്ങ് അനന്തനാണ്. അങ്ങക്ക് അറ്റമില്ല. അങ്ങയുടെ തുടക്കമേത് ഒടുക്കമേത് അറിയാൻ സാധ്യമല്ല. അമൃതാത്മകൻ, പരൻ, സത്താമാത്രാത്മ, അങ്ങ് സത്ത് മാത്രമാണ്, ഉണ്മയാണ് അങ്ങ്. പരമാത്മാ, സർവാത്മാ, വിഭു, എല്ലാറ്റിന്റെയും അധീശനാണ്, ഈശനാണ്. സച്ചിത് ബ്രഹ്മാത്മാ, സത്തായിരിക്കുന്ന ചിത്ത്, ബോധമായിരിക്കുന്ന ബ്രഹ്മം, അത് തന്നെ ആത്മാവായിരിക്കുന്നവനാണങ്ങ്. സമസ്തേശ്വരൻ, മഹേശ്വരൻ,
അച്യുതൻ, ഒരു ച്യുതിയുമില്ലാത്തവൻ, ആദിനാഥൻ, സർവദേവതാമയൻ. ഇവിടെ പല വാക്കുകളും ഉപയോഗിച്ചത് തന്നെയാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർവദേവതാമയൻ, നിന്തിരുവടിയായതെത്രയും മൂഢാത്മാവായ അന്ധയായുള്ളോരു ഞാൻ എങ്ങനെ അറിയുന്നു? ഇതൊക്കെ ആയിട്ടുള്ള അങ്ങയെ ഇപ്പോൾ എന്തോ കാരണം കൊണ്ട് അങ്ങയുടെ ആ ഒരു ദർശനം കിട്ടിയപ്പോൾ എൻ്റെ ഉള്ളിലെ മായയുടെ ഒരു അംശം കുറച്ച് മാറിപ്പോയത് കൊണ്ടോ എന്തോ അങ്ങയെ എനിക്ക് കുറച്ചൊക്കെ അറിയാൻ സാധിക്കുന്നു. എന്നാൽ പോലും ഞാൻ മൂഢാത്മാവാണ്, ഈ മായയിൽ കഴിയുന്നവളാണ്, അതുകൊണ്ട് തന്നെ അന്ധയാണ്. അജ്ഞാനം കൊണ്ട് അന്ധയായ ഈ ഉള്ളവൾ അങ്ങയെ എങ്ങനെ അറിയാനാണ്? നിന്തിരുവടിയുടെ തത്വം, അങ്ങയുടെ തത്വം എനിക്കറിയാൻ സാധ്യമല്ല. എന്നാലും ഞാനോ, പക്ഷെ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇത് മാത്രമാണ്. സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമ. ഭഗവാനെ അങ്ങയെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയല്ലാതെ വേറൊന്നും എനിക്ക് ചെയ്യാൻ അറിയില്ല. എത്ര കുത്രാവി, എവിടെയൊക്കെ ആയാലും, ഏത് സാഹചര്യത്തിൽ വസിച്ചിടിലും, എല്ലാ നാടും, എല്ലാ നേരവും, എല്ലാ ദിവസവും പൊൽത്തളിരടികളിൽ ഇളക്കം വരാതെ അങ്ങയുടെ ആ പാതാരവിന്ദങ്ങളിൽ ഇളക്കം തട്ടാത്തൊരു ഭക്തിയുണ്ടാക വേണമെന്ന് ഒഴിഞ്ഞപരം എനിക്ക് വേറെ ഒരാഗ്രഹവുമില്ല ഭഗവാനെ. അങ്ങയുടെ ആ പാതാരവിന്ദങ്ങളിൽ ഇളക്കം തട്ടാത്ത ഭക്തി വേണം എന്നൊഴിഞ്ഞ്, അതല്ലാതെ അപരം ഞാൻ, മറ്റൊന്ന് ഞാൻ അർത്ഥിച്ചിടുന്നേനില്ല, ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല ഭഗവാനെ. നമസ്തേ നമോ നമ. നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു. നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ. നമസ്തേ ഹൃഷീകേശ രാമ രാഘവ രാമ. നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ. സമസ്ത കർമാർപ്പണം ഭവതി കരോമി ഞാൻ. എല്ലാ കർമ്മവും ഭഗവാനെ അങ്ങയിൽ ഞാൻ അർപ്പിക്കുന്നു. സമസ്തം അപരാധം ക്ഷമസ്വ ജഗത്പദേ. ഞാൻ ചെയ്തു പോയിട്ടുള്ള എൻ്റെ എല്ലാ അപരാധവും ഭഗവാനെ ക്ഷമിക്കണമേ. ജനന മരണ ദുഃഖാപഹം, മരണത്തിന്റെ ഒക്കെ ആ ദുഃഖം അതിനെ ഇല്ലാണ്ടാക്കുന്ന ജഗന്നാഥം, ആ ജഗന്നാഥനായിരിക്കുന്ന ദിനനായക കോടി സദൃശപ്രഭം. ദിനനായകൻ സൂര്യൻ, ഒരു കോടി സൂര്യന്മാർ ഒന്നിച്ചുദിച്ചാൽ എന്ന പോലെ പ്രഭം, ആ ഒരു ഉജ്ജ്വല തേജസ്സുള്ള രാമസ്വരൂപനായിട്ട് രാമനായിട്ടിരിക്കുന്ന അങ്ങയെ കരസാരസ യുഗ സുധൃത ശരചാപം. കരസാരസം, സാരസം താമര, താമര പോലെയുള്ള അങ്ങയുടെ കരയുഗം രണ്ട് കൈകളിലായിട്ട് അങ്ങ് സുധൃതം ധരിച്ചിരിക്കുന്നു. ശരചാപം, അങ്ങ് ചാപവും അമ്പും വില്ലും ധരിച്ചിരിക്കുന്നു. കരുണാകരം, കരുണാമൂർത്തിയായിട്ടുള്ള കാള ജലദ ഭാസം. കാളം കറുത്തത്, ജലദം മേഘം, അപ്പൊ കാർമേഘം. ആ കാർമേഘം പോലെ ഭാസം പ്രകാശിക്കുന്ന ആ നിറത്തോടുകൂടിയ അങ്ങയെ രാമം. കനക രുചിര ദിവ്യാംബരം, കനകം സ്വർണം, സ്വർണ രുചിരം, അതിന്റെ ആ തിളക്കത്തിലുള്ള ആ ദിവ്യമായിട്ടുള്ള അമ്പരം, വസ്ത്രം, മഞ്ഞപ്പട്ട്, ഇങ്ങനെയുള്ള രമാവരം, രമയുടെ വല്ലഭനായിട്ടുള്ള കനകോജ്വല രത്ന കുണ്ടല അഞ്ചിത ഗണ്ഡം. കനക ഉജ്വലം, ഉജ്വലമായിട്ട് തിളങ്ങുന്ന രത്നകുണ്ടലം, രത്നം കൊണ്ടുണ്ടാക്കിയ ആ ഒരു കർണാഭരണം ധരിച്ചതുകൊണ്ട് അഞ്ചിതം, അതിന്റെ പ്രകാശത്താൽ തിളങ്ങുന്ന ഗണ്ഡം, അങ്ങയുടെ കവിൾത്തടം. കമലദള ലോല വിമല വിലോചനം, കമലദളം, ആ താമരയുടെ ദളം പോലെ വിമലമായിട്ടുള്ള കണ്ണുകൾ, താമരക്കണ്ണനായിരിക്കുന്ന കമലോദ്ഭവ നതം, കമലോദ്ഭവനായ ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെടുന്നവനായ ആ രാമം. മനസാ ഈടെ, ഞാനുമിതാ മനസ്സുകൊണ്ട് ഞാൻ സ്തുതിക്കുന്നു. ഇങ്ങനെ പുറതസ്ഥിതം, തന്റെ മുന്നിൽ നിൽക്കുന്ന സാക്ഷാദീശ്വരം രഘുനാഥം, ആ ഈശ്വരൻ തന്നെയായിട്ടുള്ള രഘുനാഥനെ, പുരുഷോത്തമം, പുരുഷോത്തമനായിട്ടുള്ള ഭഗവാനെ കൂപ്പിസ്തുതിച്ചാൾ ഭക്തിയോടെ. ലോകേശാത്മജയാകും അഹല്യതാനും,
ബ്രഹ്മാവിന്റെ മകളായ ആ അഹല്യ പിന്നെ ലോകേശ്വര അനുജ്ഞയ, ലോകേശ്വരനായ ശ്രീരാമചന്ദ്രന്റെ ആ അനുവാദത്തോടെ പോയിതു പവിത്രയായി. അങ്ങനെ പരിശുദ്ധയായിട്ട് അവൾ ഗൗതമനായ തന്റെ പതിയെ പ്രാപിച്ചുടൻ ആധിയും തീർത്തു വസിച്ചിടിനാൾ അഹല്യയും. മുൻപ് ഗൗതമൻ പറഞ്ഞതുപോലെ അങ്ങനെ തന്റെ ഭർത്താവായ ഗൗതമന്റെ അടുത്തേക്ക് പോയി ആധിയൊക്കെ തീർന്ന് അങ്ങനെ സുഖമായിട്ട് അഹല്യ വസിച്ചു. ഇനി ഇത് കേൾക്കുന്ന നമുക്കുള്ള ഒരു സമ്മാനം തരുകയാണ്. ഈ സ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായിട്ട് അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കും. പരമമായ ആനന്ദത്തെ പ്രാപിക്കും. അവിടെ ഭക്തിയോടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭക്തി എന്നാൽ ഭഗവാനിലുള്ള രതി, ആ ഒരു ഇഷ്ടം, ആ ഇഷ്ടക്കൂടുതലോടുകൂടെ ഈ സ്തുതി ജപിച്ചിടുന്ന പുമാൻ മനുഷ്യൻ എല്ലാ പാപങ്ങളും തീർന്നിട്ട് പരമമായ ബ്രഹ്മാനന്ദത്തെ പ്രാപിക്കും. അത്രയല്ല, മാത്രമല്ല വരും ഐഹിക സൗഖ്യം. ഈ ലോകത്തിൽ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും വരും. പുരുഷന്മാർക്ക് അങ്ങനെയുള്ള ആ പുരുഷന്മാർ എന്ന് ഒരു പൊതുവായി പറഞ്ഞതാണ്. എല്ലാ ഭക്തന്മാർക്കും നൂനം തീർച്ചയാണ്. ഭക്ത്യാനാഥനെ ഹൃദി സന്നിധാനം ചെയ്തുകൊണ്ട് തന്റെ ഉള്ളിൽ ഭഗവാനെ അങ്ങനെ ഉറപ്പിച്ചുകൊണ്ട് ഈ സ്തുതി ജപിച്ചിടിൽ സാധിക്കും സകലവും. എന്താഗ്രഹവും സാധിക്കും. പുത്രാർത്ഥി ജപിക്കിലോ, ഒരു പുത്രനെ വേണം. വർഷങ്ങളായിട്ട് പുത്രനില്ലാത്ത ദുഃഖത്തിലിരിക്കുന്ന ഒരു സ്ത്രീ ജപിച്ചാൽ നല്ല പുത്രന്മാരുണ്ടാം. അർത്ഥാർത്ഥി ജപിച്ചിടിൽ, അർത്ഥം ധനം വേണമെന്ന് ആഗ്രഹിച്ച് ജപിച്ചാൽ അർത്ഥവുമേറ്റമുണ്ടാം. ഇനി പറയുന്നു പലതരത്തിലുള്ള തെറ്റുകൾ ചെയ്തവരെ കുറിച്ച് പറയുന്നു. ഗുരു തൽപകൻ, ഇവിടെ ഗുരുവിന്റെ തൽപ്പത്തിൽ ശയിക്കുന്നവൻ എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ പത്നിയെ ആഗ്രഹിക്കുക, അങ്ങനെ അത് അത്രയും വലിയ തെറ്റാണ്. കനകസ്ഥേയ്, സ്വർണം മോഷ്ടിക്കുന്നയാൾ. സുരാപായി, മദ്യപാനം ചെയ്യുന്നയാൾ. ധരണീസുരഹന്ത, ധരണീസുരൻ ബ്രാഹ്മണന്മാർ, അവരെ കൊല്ലുക. പിതൃമാതൃഹ, അച്ഛനെയോ അമ്മയെയോ കൊല്ലുക. ഭോഗി, എന്നും വിഷയാസക്തനായിട്ട് ജീവിക്കുക. ഇങ്ങനെ പുരുഷ അധമനേറ്റം, ഒരുപക്ഷെ ഒരു കാലത്ത് ഇങ്ങനെ ഏറ്റവും അധമമായ പ്രവൃത്തികൾ ചെയ്ത് ജീവിച്ചെങ്കിലും അവൻ എപ്പോഴെങ്കിലും രത്നാകരനൊരു മനം മാറ്റം വന്ന പോലെ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം, അങ്ങനെയുള്ള ഭഗവാനെ ചേതസി, തന്റെ മനസ്സിൽ രാമചന്ദ്രൻ, ആ രാമചന്ദ്രനെ ധ്യാനിച്ച് ഭക്ത്യാ ജപിച്ചാദരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം. അവിടെ യാതൊരു സംശയവുമില്ലാതെ പറയുന്നു, ഇങ്ങനെയുള്ളവർക്ക് പോലും മോക്ഷം ലഭിക്കുമെങ്കിൽ സദ്വൃത്തനെന്നായിടിൽ പറയണമോ മോക്ഷം സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ല ഏതും. ഇവർക്ക് പോലും മോക്ഷം കിട്ടുമെങ്കിൽ അപ്പോൾ പിന്നെ സദ്വൃത്തനായിട്ടിരിക്കുന്ന ഒരാൾക്ക് സദ്യ അപ്പോൾ തന്നെ, ഇത് വായിക്കുന്ന ആ നിമിഷം തന്നെ ഉള്ളിൽ ആനന്ദം ഉറവയായിട്ട് ആനന്ദത്തിന്റെ ഉറവ പൊട്ടും. അത് തന്നെയാണ് മോക്ഷം. അങ്ങനെ സന്ദേഹമില്ല ഏതും. ഇങ്ങനെ വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോട് ഈ വണ്ണം അരുൾ ചെയ്താൻ. അങ്ങനെ അഹല്യ സ്തുതി കഴിഞ്ഞു. അഹല്യ അവിടുന്ന് പോയി. ഭഗവാൻ ഇത് പ്രഖ്യാപിച്ചും കഴിഞ്ഞപ്പോൾ പിന്നീട് വിശ്വാമിത്രൻ ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞു. താൻ എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയാണോ രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടുവന്നത് അതൊക്കെ വിചാരിച്ച രീതിയിൽ തന്നെ നടക്കുന്നു എന്നതിനാൽ പരമാനന്ദത്തെ പ്രാപിച്ചു. എന്നിട്ട് വിശ്വനായകൻ തന്നോട്, വിശ്വനായകനായ ശ്രീരാമചന്ദ്രനോട് ഈ വണ്ണം അരുൾ ചെയ്താൻ. ബാലകന്മാരെ, പോക മിഥിലാപുരിക്ക് നാം, കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലോ. യാഗവും മഹാദേവ ചാപവും കണ്ട് പിന്നെ നമുക്ക് ഇവിടെ പറയുന്നത്, അവിടെ ഒരു യാഗം നടക്കുന്നു.
അവിടെ മഹാദേവന്റെ ചാപം പൂജിക്കപ്പെടുന്നു. ഇതൊക്കെ കണ്ടിട്ട് പിന്നെ നമുക്ക് വേഗമോട് അയോധ്യയും പുക്ക് താതനെ കാണാം. അത് കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെ അയോധ്യയിൽ പോയിട്ട് അച്ഛനമ്മമാരെ കാണാം. ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ. ഗംഗയുടെ അക്കരെയാണ് മിഥിലാപുരി. സത്വരം ചെന്ന് പെട്ടെന്ന് തന്നെ മിഥിലാപുരമകം പൊക്കു, അവിടെ എത്തിച്ചേർന്നു. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാട്ടം പ്രാപിച്ചിതെന്നത് കേട്ട നേരം, ഇവിടെ ആ രാജകൊട്ടാരത്തിന്റെ അടുത്തായിട്ട് ഓരോ തരത്തിലുള്ള ആളുകൾ വരുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള രീതിയിലുള്ള ഓരോരോ ഗൃഹങ്ങൾ പണിത് വെച്ചിട്ടുണ്ട്. അപ്പോ ഇതേപോലുള്ള മഹർഷിമാർ വന്നാൽ താമസിക്കാനുള്ള ആ സ്ഥലത്തെയാണ് മുനിവാട്ടം എന്ന് പറയുന്നത്. അങ്ങനെ ഈ വിശ്വാമിത്രൻ നേരെ പോയത് ആ മുനിവാട്ടത്തിലാണ്. അപ്പൊ അവിടെ ഉണ്ടായ പരിചാരകന്മാർ വന്ന് ജനകനെ വിവരമറിയിക്കും. അങ്ങനെ ഇതറിഞ്ഞിട്ട് മനസ്സിൽ നിറഞ്ഞൊരു പരമാനന്ദത്തോടും, സ്വാഭാവികമായി വിശ്വാമിത്ര മഹർഷിയെ പോലെ ഒരു മഹർഷി വന്നത് അറിഞ്ഞാൽ തീർച്ചയായും ജനക മഹാരാജാവിനെ പോലെ ഒരു സാത്വികനായിട്ടുള്ള ഒരു രാജർഷിയായിട്ടുള്ള അദ്ദേഹത്തിന് അത് ഒരു പരമാനന്ദം തന്നെയാണ്. അങ്ങനെ ജനക മഹീപതി സംഭ്രമ സമന്വിതം, നമുക്ക് അത്രയും ബഹുമാനം തോന്നുന്ന ഒരാൾ വരുമ്പോൾ എന്തെന്നില്ലാത്തൊരു പരിഭ്രമം ഉണ്ടാകും. കാരണം നമ്മൾ അവരെ യഥാവിധി സന്തോഷിപ്പിക്കുന്നുണ്ടോ, അവർക്ക് യാതൊരു മുഷിച്ചലും ഇല്ലാതെ അവരെ സന്തോഷിപ്പിച്ച് വിടുന്നത് വരെ ഒരു സംഭ്രമമായിരിക്കും. അപ്പൊ അതേ സംഭ്രമത്തോടുകൂടി പൂജാസാധനങ്ങളും എടുത്ത് ഭക്തിയോടും ആചാര്യനോടും, ഇവിടെ മിഥിലാപുരിയിലെ ആചാര്യൻ ശതാനന്ദ മഹർഷിയാണ്, അദ്ദേഹത്തോടുമൊപ്പം ഋഷിവാടം പ്രാപിച്ച നേരം ആ മുനിവാടത്തിലെത്തി. അങ്ങനെ ആമോദപൂർവം പൂജിച്ച് ആചാരം പൂണ്ടുനിന്ന ഇതേ സമയം അപ്പോഴാണ് ജനക മഹർഷി കാണുന്നത് 2 കുമാരന്മാർ അവിടെ ആചാരം പൂണ്ട് വളരെ വിനയാന്വിതരായിട്ട് അവിടെ നിൽക്കുന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും. അപ്പോ ഇവരെ അപ്പോഴാണ് ജനക മഹാരാജാവ് ശ്രദ്ധിക്കുന്നത്. ജനക മഹാരാജാവ് അവരെ കാണുന്ന ആ ഒരു കാഴ്ച പറയുന്നു. ചന്ദ്രസൂര്യന്മാരെന്ന പോലെ, സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് വന്ന് നിൽക്കുന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ട്, ആ രാജകുമാരന്മാരാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ രാജകുമാരന്മാരായിട്ടിരിക്കുന്ന ആ രാമലക്ഷ്മണന്മാരെ കണ്ട് ചോദിച്ചു നൃപേന്ദ്രനും. ജനക മഹാരാജാവ് ചോദിച്ചു, കന്ദർപ്പൻ കണ്ടു വന്ദിച്ചീടിന ജഗതേക സുന്ദരന്മാർ. കന്ദർപ്പൻ കാമദേവൻ പോലും ഒരു പക്ഷെ വന്ദിച്ചു പോകും. അത്രയും സുന്ദരന്മാരായിട്ടുള്ള ഇവർ ആരെന്ന് കേൾപ്പിക്കണം, പറയുമോ ആരാണിവർ? എനിക്ക് തോന്നുന്നു നരനാരായണന്മാരാകിയ മൂർത്തികളോ, നരനാരായണന്മാർ വേഷം മാറി വന്നതാണോ, അതോ അതുപോലെ അത്രയും തേജസ്സാണ് ഇവർക്ക്. നരവീരാകാരം കൈക്കൊണ്ടു അവർ ആ ഒരു പുരുഷ വേഷത്തിൽ അല്ലെങ്കിൽ മനുഷ്യന്റെ വേഷം ധരിച്ച് നരനാരായണന്മാർ തന്നെയാണോ ഈ വന്നത്? അതാണോ ഞാനിപ്പോൾ കാണുന്നത്? അതാണ് നരവീര ആകാരം, മനുഷ്യന്റെ ആകാരം കൈക്കൊണ്ട് നരനാരായണന്മാർ തന്നെയാണോ വന്നത്? അതാണോ ഞാനിപ്പോ കാണുന്നത്? വിശ്വാമിത്രനും അതു കേട്ട് അരുൾ ചെയ്തിടിനാൻ, വിശ്വസിച്ചാലും മമ വാക്യം നീ നരപതേ, ഞാൻ പറയുന്നത് വിശ്വസിക്കുക. വീരനാം ദശരഥൻ തന്നെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ, മൂത്ത മകനായ ശ്രീരാമചന്ദ്രനാണിത്, ലക്ഷ്മണൻ മൂന്നാമവൻ. ഇനി എന്തിനാണ് എന്റെ കൂടെ വന്നത്? എന്നുടെ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടു പോന്നീടിനേൻ ഇതുകാലം. ഇനി ആ പോന്ന വഴിക്കുണ്ടായ ആ ഒരു അത്ഭുതകരമായ കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. കാടകം പുക്ക നേരം, ഞങ്ങൾ കാട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ വന്നൊരു നിശാചരി താടക തന്നെ ഒരു ബാണം കൊണ്ട്, ഒരൊറ്റ ബാണം കൊണ്ടാണ് എയ്ത് കൊന്നാൻ. പേടിയും തീർന്ന്, അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ ആളുകൾക്ക് പോലും പേടിയൊക്കെ തീർന്ന് യഥാവിധി അങ്ങോട്ട് നടക്കാനും
ആ വഴി പോകാനുമൊക്കെയുള്ള പേടിയൊക്കെ തീർന്നു. പിന്നീട് സിദ്ധാശ്രമവും പൊക്കു. ഞാൻ എൻ്റെ ആശ്രമത്തിലെത്തി യാഗം ആടൽ കൂടാതെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ രക്ഷിച്ചിടിനാൻ. എൻ്റെ ആ യാഗത്തെ ഇവർ രക്ഷിച്ചു വഴി പോലെ. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ശ്രീ പാദാംബുജ രജ സ്പൃഷ്ടി. പാദാംബുജം, ഈ രാമചന്ദ്രന്റെ താമര പോലെയുള്ള ആ പാതാരവിന്ദങ്ങളിലെ രജസ്, പൊടിയുടെ സ്പൃഷ്ടി, സ്പർശനം കൊണ്ട് അഹല്യതൻ പാപവും നശിപ്പിച്ചു. അവളെ പാവനയാക്കിയിടിനാൻ. ആ അഹല്യാദേവിയെ പരിശുദ്ധയാക്കി. ഇനി എന്തിനാണ് ഇവിടെ വന്നത്? പാരമേശ്വരമായ ചാപത്തെ കാൺമാൻ. ഇവിടെ വെച്ച് പൂജിക്കുന്ന ആ ശിവചാപത്തെ കാൺമാൻ ഉള്ളിൽ പാരമാഗ്രഹമുണ്ട്, വളരെയധികം ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നീ അത് കാട്ടിയിടേണം, ഇവർക്കിത് കാണിച്ചു കൊടുക്കൂ. ഇത്തരം വിശ്വാമിത്രൻ തന്നുടെ വാക്യം കേട്ട് സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ. ഇതുകൂടെ കേട്ടപ്പോ ജനകന് സന്തോഷാധിക്യം കൊണ്ട് വീണ്ടും അവരെ ആചാരപൂർവം പൂജിച്ചു. സത്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ട് ഉൾക്കുരുന്നിങ്കൽ, തന്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു ആഹ്ലാദം വന്നു, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ആഗ്രഹവും വന്നു. പ്രീതി വർദ്ധിച്ച ജനകനും തന്നുടെ സചിവനെ, മന്ത്രിയെ വിളിച്ച് നിയോഗിച്ചു. ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ചാപം, നീ അത് കൊണ്ടുവരിക എന്നത് കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാൻ. അങ്ങനെ ഇത് കേട്ട് മന്ത്രി പോയി അതിനു വേണ്ടുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു. അന്നേരം ജനകനും കൗശികനോട് ചൊന്നാൻ. അപ്പോൾ ജനക മഹാരാജാവ് പറയുന്നു, രാജനന്ദനായ ബാലകൻ രഘുവരൻ, രാജീവ വിലോചനൻ, സുന്ദരൻ ദാശരഥി. ഇത്രയും സുന്ദരനും രാജകുമാരനുമായിട്ടുള്ള ഈ രാമചന്ദ്രൻ വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ. ഈ വില്ല് കയ്യിലെടുത്ത് ഇത് വലിച്ചു മുറിക്കുകയാണെങ്കിൽ വല്ലഭൻ ഇവൻ മമ നന്ദനയ്ക്ക്, എന്റെ മകൾക്ക് ഇവൻ ഭർത്താവായിത്തീരും എന്ന് നൂനം, അതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒരു പരീക്ഷണം കൂടെ ഞാൻ ഇതിന്റെ കൂടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മുൻകൂട്ടി അറിയാമെങ്കിലും വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, എല്ലാം ഈശ്വരനെന്നേ ചൊല്ലാവിതിനിക്കിപ്പോൾ. എല്ലാം ഈശ്വര നിശ്ചയം പോലെ നടക്കും. എന്തായാലും വില്ലിഹ വരുത്തിയിടുകെന്നരുൾ ചെയ്തു മുനി. എന്തായാലും ആ വില്ല് കൊണ്ടുവരൂ, ഞങ്ങളൊന്ന് കാണട്ടെ. കിങ്കരന്മാരെ നിയോഗിച്ചിതു മഹീന്ദ്രനും. ഇത് കൊണ്ടുവരാൻ അവിടുത്തെ രാജകിങ്കരന്മാരെ നിയോഗിച്ചു. ഹുങ്കാരത്തോട് വന്നു ചാപവാഹകന്മാരും. അപ്പോ നല്ല ഭാരമുള്ള എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു ശബ്ദമുണ്ടല്ലോ, ഓഹോയ് ഓഹോയ് എന്നുള്ള ഒരു ശബ്ദം. അപ്പൊ ആ ഒരു ശബ്ദത്തോടുകൂടെ വന്നു ചാപവാഹകന്മാരും. എത്ര പേര് വന്നു എന്ന് പറയുന്നു? സത്വരം 5000 കിങ്കരന്മാർ, 5000 രാജകിങ്കരന്മാർ ചേർന്നാണ് ഈ ഒരു മൃത്യുശാസന ചാപം. മൃത്യുശാസനൻ ശിവന്റെ ഈ ഒരു ചാപം എടുത്ത് വന്നവർ 5000 ആളുകളാണ്. അത്രയും ഭാരമാണ് ആ ഒരു ചാപത്തിന്. ഇനി ആ വില്ലിന്റെ ഭംഗിയെ കുറിച്ച് പറയുന്നു. ഖണ്ഡാസഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം. ഖണ്ഡാസഹസ്രം, 1000 മണികൾ ചേർത്തു വെച്ച. വീണ്ടും ഒരു മണി എന്നവിടെ ആവശ്യമില്ല ശരിക്കും, കാരണം ഖണ്ഡ എന്ന് പറഞ്ഞാൽ തന്നെ മണി എന്നാണ് അർത്ഥം. എങ്കിലും ഇവിടെ വീണ്ടും ഒരു എന്ന് ചേർത്ത് കാണുന്നു. ഖണ്ഡാസഹസ്ര വസ്ത്രാവിഭൂഷിതം, അങ്ങനെയുള്ള വസ്ത്രങ്ങളോടുകൂടി നല്ല പട്ടുവസ്ത്രം അങ്ങനെ മൂടി വെച്ചിരിക്കുകയാണ്. വിഭൂഷിതം, അത് ഭൂഷണം ചെയ്തിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, കണ്ടാലും ത്രയ്യംബകം എന്നിത് മന്ത്രീന്ദ്രനും. മന്ത്രി ശ്രേഷ്ഠനായിട്ടുള്ള ആ ജനക മഹാരാജാവിന്റെ മന്ത്രി പറഞ്ഞു, കണ്ടാലും ത്രയ്യംബകം എന്ന് പേരുള്ള ഈ ഒരു വില്ല്. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദമുൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ. ആദ്യം തന്നെ ആ പള്ളിവില്ലിനെ, ആ ശ്രേഷ്ഠമായ മാഹേശ്വര ചാപത്തെ
വന്ദിക്കുകയാണ് രാമചന്ദ്രൻ ചെയ്യുന്നത്. വില്ലെടുക്കാമോ, കുലച്ചീടാമോ, വലിക്കാമോ, ചൊല്ലുക എന്നതു കേട്ട് ചൊല്ലിനാൻ വിശ്വാമിത്രൻ. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് തീർച്ചയായും രാജാവായിരിക്കണം. ഇത് വില്ലെടുക്കാമോ, കുലച്ചീടാമോ, ഇതൊന്ന് വലിച്ചു നോക്കാമോ, ചൊല്ലൂ എന്ന് കേട്ട് വിശ്വാമിത്രൻ പറഞ്ഞു, എല്ലാം ആകുന്നതു ചെയ്താലും മടിക്കേണ്ട, നിനക്ക് സാധിക്കുന്നത് പോലെ ചെയ്യൂ. കല്യാണം ഇതുമൂലം, ഇവിടെ കല്യാണം എന്നതുകൊണ്ട് മംഗളം വരിക എന്നാണ് ഉദ്ദേശിച്ചത്. കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ. ഇത് കേട്ടിട്ട് മന്ദഹാസവും പൂണ്ടു രാഘവൻ അതു കേട്ട് മന്ദമന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം. ആദ്യം ആ ചാപത്തെ ഒന്ന് നോക്കി. ജ്വലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം. ഒട്ടും താമസം കളയാതെ ജ്വലിച്ച തേജസ്സോടെ, അത് എടുക്കുമ്പോൾ തന്നെ ആ ഒരു തേജസ്സോടു കൂടെയാണ് ആ ഒരു വില്ലിങ്ങോട്ട് കയ്യിലെടുത്തത്. എന്നിട്ട് കുലച്ചു വലിച്ചു ഉടൻ തന്നെ അത് മുറിഞ്ഞു. ജിതശ്രമം, പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്നാണ് എല്ലാം കഴിഞ്ഞത്. അങ്ങനെ നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്നു മാറ്റൊലിക്കൊണ്ടു. ഈരേഴ് 14 ലോകങ്ങളും ഒന്ന് നടുങ്ങി വിറച്ചു, വിസ്മയപ്പെട്ടു ജനം. അങ്ങനെ ഒരു സന്തോഷ മുഹൂർത്തം വന്നത് കണ്ട് പാട്ടും ആട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും. അപ്പോ ആകാശത്ത് ദേവകൾ അങ്ങനെ പുഷ്പവൃഷ്ടി നടത്തുന്നു. ആകെ വാദ്യമേളഘോഷങ്ങളായി. ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സ്തുതിക്കയും അപ്സര സ്ത്രീകളെല്ലാം, അപ്സര സ്ത്രീകളൊക്കെ അങ്ങനെ ദേവദേവനെ, ദേവന്മാരുടെയും ദേവനായ ശ്രീരാമചന്ദ്രനെ സ്തുതിക്കാൻ തുടങ്ങി. ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സവ ആരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ. വിശ്വേശ്വരനായ ഭഗവാന്റെ വിവാഹോത്സവം ആരംഭിക്കാൻ പോകുന്നു എന്ന ആ ഒരു ആഘോഷം കണ്ട് എല്ലാവർക്കും അത്യന്തം സന്തോഷമായി. ജനക മഹാരാജാവാകട്ടെ ജഗത് സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഠ ആശ്ലേഷവും ചെയ്താനല്ലോ. അങ്ങനെ ആ ജനങ്ങളുടെ ഇടയിൽ വെച്ച് തന്നെ സന്തോഷാധിക്യത്താൽ ഭഗവാനെ ഗാഠാശ്ലേഷം ചെയ്തു. ഇങ്ങനെ ഇടിവെട്ടിയിടും വണ്ണം വിൽ മുറിഞ്ഞ ഒച്ച കേട്ടിട്ട്, അപ്പോൾ നടുങ്ങി വിറച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായും കൊട്ടാരത്തിലെ എല്ലാവരും വിശേഷങ്ങൾ അറിഞ്ഞു. അങ്ങനെ ഈ ഒരു വിൽ മുറിഞ്ഞു ആ ഒരു ഒച്ച കേട്ടിട്ട് നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ. അപ്പൊ ഇവിടെ സ്വയംവരവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പരീക്ഷണാർത്ഥം കൂടിയാണ് ഈ ത്രയംബക വില്ല് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ രാജാക്കന്മാരായിട്ട് വന്ന് ഇതിനു വേണ്ടി പരീക്ഷിക്കുന്നുണ്ട്, ഇങ്ങനെ എടുത്ത് കുലയ്ക്കാൻ പറ്റുമോ എന്ന്. അപ്പൊ ആ രാജാക്കന്മാരൊക്കെ ഒരു ഉരകങ്ങളെ പോലെ, സർപ്പങ്ങളെ പോലെ, മാളത്തിൽ ഒളിച്ച പോലെയായി. അത്ര അവരാകെ പേടിച്ചു വിറച്ചു പോയി. അതേസമയം മൈഥിലി സീതാദേവി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. ഇവിടെ ഇടിവെട്ടുമ്പോൾ സാധാരണ മയിലുകൾ നൃത്തം വെക്കും. അപ്പൊ ഇവിടെ സീതാദേവിയാകുന്ന മയിൽ വില്ല് മുറിഞ്ഞ ആ ഇടിവെട്ടുന്ന ഒച്ച കേട്ടിട്ട് സന്തോഷാധിക്യം കൊണ്ടങ്ങനെ നിന്നു. കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. ഇതൊക്കെ കണ്ടിട്ട് എല്ലാം അറിയാം, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നറിയാമെങ്കിലും കൗശികനും ഒരു ഉൾപ്പുളകത്തോടെയാണ് അത് കണ്ടു നിന്നത്. മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. കാരണം ഇനിയിപ്പോ ആലോചിക്കാനൊന്നുമില്ല, വിവാഹ ഉത്സവം തന്നെയായി. അങ്ങനെ ആ സീതാദേവിയെ ദാസിമാരും അമ്മമാരും കൂടി നന്നായി ചമയിച്ചു. സ്വർണവർണ്ണത്തെ പൂണ്ട, സ്വർണത്തിന്റെ നിറമാണ് ദേവിക്ക്. അങ്ങനെയുള്ള മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞ് അത് കൂടുതൽ ശോഭയായി. സ്വർണാഭരണങ്ങളൊക്കെ അണിഞ്ഞ് ശോഭയോടെ സ്വർണമാലയും ധരിച്ച് ആദരാൽ മന്ദം മന്ദം
അർണോജനേത്രൻ മുമ്പിൽ, അർണോജനേത്രൻ താമരക്കണ്ണനായിട്ടുള്ള ശ്രീ ഭഗവാന്റെ മുമ്പിൽ സത്രപം, ത്രപ ലജ്ജ, സത്രപം ലജ്ജയോടുകൂടി വിനീതയായി തല താഴ്ത്തി നിന്ന് വന്നുടൻ, എന്നാൽ വന്നിട്ട് ആദ്യം ഭഗവാനെ ഒന്ന് നോക്കി. അതിനാണ് ഇവിടെ ഒരു ഉപമ, നേത്രോത്പലമാല. ആ ഒരു ഉത്പലമാല എന്നാൽ നല്ല സുന്ദരമായ കണ്ണുകൾ കൊണ്ട് ഭഗവാന് ഒരു മാല ചാർത്തി, അതായത് ഭഗവാനെ ഒന്ന് നോക്കി ആസ്വദിച്ചു എന്നർത്ഥം. അപ്പൊ ആദ്യം സീതാദേവി ഭഗവാനെ ഒന്ന് കണ്ണുകൊണ്ട് നോക്കി ആസ്വദിച്ചു, പിന്നാലെ വരണാർത്ഥമാലയും ഇട്ടേരിനാൾ. അതിനുശേഷമാണ് വരണമാല്യം അണിയിച്ചത്. മാലയും ധരിച്ച് നീലോത്പലകാന്തി തേടും ബാലകൻ. അങ്ങനെ സീതാദേവി അണിയിച്ച ആ മാലയും ധരിച്ച് ആ നീല താമര പോലെ കാന്തിയുള്ള ആ ബാലകൻ ശ്രീരാമചന്ദ്രനും ഏറ്റവും വിളങ്ങിനാൻ. ഭൂമി നന്ദനയ്ക്ക് അനുരൂപനായി ശോഭിച്ചിടും. ഇവിടെ ഭൂമിയിൽ നിന്നാണ് സീതാദേവി അയോനിജയായി ജനിച്ചതാണ്. അതുകൊണ്ട് ഭൂമിദേവിയുടെ മകളായിട്ടാണ് പറയുന്നത്. അങ്ങനെയുള്ള സീതാദേവി ശോഭിച്ചിടും. ഭൂമിപാലക ബാലൻ തന്നെ കണ്ടവർകളും. ഭൂമിദേവിയുടെ മകളായ സീതാദേവിക്ക് അനുരൂപനാണ് ശ്രീരാമചന്ദ്രൻ. ഇതിലും ഒരു യോജിച്ച ഒരു വരനെ ഇനി കിട്ടാനില്ല. അത്രയും സന്തോഷമായി. അങ്ങനെയുള്ള ഭൂമിപാലക ബാലൻ, ഭൂമിപാലകൻ രാജാവ്, രാജാവിന്റെ മകനായിട്ടുള്ള, മറ്റൊരു രാജ്യത്തെ രാജാവിന്റെ മകനായിട്ടുള്ള ശ്രീരാമചന്ദ്രനെ കണ്ട് എല്ലാവരും ആനന്ദ അമ്പുധി തന്നിൽ വീണ് ഉടൻ മുഴുകിനാർ. അവരൊക്കെ ആ ഒരു ആനന്ദ സമുദ്രത്തിൽ അങ്ങനെ വീണ് നിമഗ്നരായി അത്രയും സന്തോഷമായി. മാനവ വീരൻ വാഴുകെന്നാശിയും ചൊല്ലിയിടിനാർ. അവരെ ആശീർവദിക്കുകയാണ്. വാഴുക എന്നിങ്ങനെ എല്ലാവരും അങ്ങനെ അവരെ ആശീർവദിച്ചു. അന്നേരം വിശ്വാമിത്രൻ തന്നോട് ജനകനും വന്ദിച്ചു ചൊന്നാൻ, ഇനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടണം. അപ്പൊ ഇവിടെ ആ ഒരു പരീക്ഷണം കഴിഞ്ഞതിന്റെ ഒരു ആഘോഷവും ഒപ്പം വരണമാല്യമൊക്കെ ചാർത്തിയെങ്കിലും അതിന്റെ ശരിയായ ചടങ്ങ് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതിന് ശ്രീരാമചന്ദ്രന്റെ ആ രാജ്യത്ത് നിന്ന് എല്ലാവരെയും വരുത്തണം. അതാണ് വിശ്വാമിത്രനോട് ഇങ്ങനെ കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു, ഇനി കാലം കളയാതെ നമുക്കൊരു പത്രം, അതിനൊരു മംഗളപത്രത്തെ, ഒരു സന്ദേശം കൊടുത്തയക്കണം. അതിന് ദൂതന്മാരെ വിടണം. സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ, ദശരഥ മഹാരാജാവിനെ എത്രയും പെട്ടെന്ന് മിഥിലാപുരിയിലേക്ക് വരുത്തണം. അങ്ങനെ വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്ക് വരും വണ്ണം, കാരണം എല്ലാറ്റിനും ഒരു വിശ്വാസം വരണം. അപ്പൊ അതുകൊണ്ട് വിശ്വാമിത്ര മഹർഷിയും കൂടെ ആയിട്ട് ഒരു സന്ദേശം എഴുതി തയ്യാറാക്കി ദശരഥ മഹാരാജാവിന് വിശ്വാസം വരത്തക്കവണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിതു. എല്ലാ വിശേഷങ്ങളും എഴുതി അയച്ചു. അങ്ങനെ വിശ്രമത്തോടു നടകൊണ്ടിതു ദൂതന്മാരും. പെട്ടെന്ന് തന്നെ ദൂതന്മാരും അങ്ങനെ ആ രാജകൊട്ടാരത്തിലേക്ക്, ഇവിടെ അയോധ്യയിലേക്ക് നടന്നു. സാകേതപുരി പുക്കു ഭൂപാലൻ തന്നെ കണ്ട്. സാകേതപുരി എന്ന് പേരുള്ള ആ ഒരു പട്ടണത്തിലാണ് അയോധ്യ രാജധാനി. അങ്ങനെയുള്ള അവിടെ എത്തിയിട്ട് ലോകൈക അധിപൻ, ലോകത്തിനും തന്നെ അധിപൻ എന്ന പോലെ വാഴുന്ന ആ രാജാവായിട്ടുള്ള ദശരഥന്റെ കയ്യിൽ കൊടുത്തു പത്രമതും. ഈ സന്ദേശം കണ്ട് പങ്ക്തിസ്യന്തനൻ താനും ഇനി സന്ദേഹമില്ല, അദ്ദേഹത്തിന് വിശ്വാസമായി, ഒട്ടും സന്ദേഹമില്ല, പുറപ്പെടുക എന്നുര ചെയ്തു. വരൂ, നമുക്ക് എത്രയും പെട്ടെന്ന് പുറപ്പെടാം എന്ന് പറഞ്ഞ് അഗ്നിമാൻ ഉപാധ്യായനാകിയ വസിഷ്ഠനും, അഗ്നിമാൻ എന്ന് പറയുമ്പോൾ അഗ്നിഹോത്രാദി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു ഗൃഹസ്ഥനും കൂടി ആയിട്ടുള്ള ദശരഥ മഹാരാജാവിന് ഉപാധ്യായനം, അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഗുരുവായിട്ടുള്ള വസിഷ്ഠനും അദ്ദേഹത്തിന്റെ പത്നിയായ അരുന്ധതി താനുമായി പുറപ്പെട്ടു. അപ്പോ ആരൊക്കെയാണ് പോകുന്നത് എന്ന് പറയാണ്.
കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും ചതുരംഗപ്പടയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഒപ്പം ഭരത ശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യ വാദ്യഘോഷങ്ങളോടും, ഇവിടെയും വാദ്യഘോഷങ്ങളൊക്കെ ആയിട്ടൊരു ഘോഷയാത്രയായിട്ടാണ് ഇവരുടെ യാത്ര. അങ്ങനെ മിഥിലാപുരമകം പൊക്കിതു ദശരഥൻ. അവരൊക്കെ വന്നത് കണ്ട് മിഥിലാധിപൻ താനും ചെന്നെതിരേറ്റുകൊണ്ടാൻ, വേഗം ഓടിച്ചെന്ന് അവരെ എതിരേറ്റുകൊണ്ടുവന്നു. വന്ദിച്ചു ശതാനന്ദൻ തന്നോടും കൂടെ ചെന്നു. ഇവിടെ മിഥിലാപുരിയുടെ രാജഗുരുവാണ് ശതാനന്ദൻ. ആ ഗുരുവിനോടും കൂടെ ചെന്നിട്ട് വന്ദ്യനാം വസിഷ്ഠനെ തദനു പത്നിയെയും, ആദ്യം വസിഷ്ഠ മഹർഷിയെ സ്വീകരിച്ചു. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൂടെ തന്നെയുള്ള പത്നിയായ അരുന്ധതിയെയും അർഘ്യപാദ്യാദികളാൽ അർച്ചിച്ചു. കാല് കഴുകിക്കാനുള്ള വെള്ളവും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ട് യഥാവിധി അവരെ സത്കരിച്ചിതു. യഥായോഗ്യം ഉർവീന്ദ്രൻ താനും, രാജാവായ ദശരഥനെയും ഒക്കെ ഈ ജനക മഹാരാജാവ് അവരെ ഇങ്ങനെയൊക്കെ സത്കരിച്ചു. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ. അപ്പോ കുറച്ച് ദിവസമായല്ലോ അവിടെ നിന്ന് പോന്നിട്ട്. അങ്ങനെ രാമലക്ഷ്മണന്മാർ അച്ഛനെ കണ്ടിട്ട് ആദ്യം കാൽക്കൽ വന്ദിച്ചു. സാമോദം വസിഷ്ഠനാം ആചാര്യപാദാബ്ജവും, പിന്നീട് രാജഗുരുവായ വസിഷ്ഠ മഹർഷിയെ വന്ദിച്ചു. തൊഴുതു മാതൃജനങ്ങളെയും യഥാക്രമം, കൗസല്യാദേവി, കൈകേയി ദേവി, സുമിത്ര, ഇങ്ങനെ എല്ലാവരെയും യഥാക്രമം തൊഴുതു. ശ്രീരാമപാദാംഭോജം അനുജന്മാർ, അവിടെ അനുജന്മാരായിട്ടുള്ള ഭരതനും ശത്രുഘ്നനും ശ്രീരാമചന്ദ്രന്റെ പാദം തൊഴുതു. പിന്നീട് ഭരതനെ ലക്ഷ്മണകുമാരനും, കാരണം ലക്ഷ്മണന്റെ ജ്യേഷ്ഠനാണ് ഭരതൻ, അതുകൊണ്ട് ജ്യേഷ്ഠനായ ഭരതനെ ലക്ഷ്മണനും കാൽ തൊഴുതു. ശത്രുഘ്നനും ലക്ഷ്മണപാദാംഭോജം, തിരിച്ച് ശത്രുഘ്നൻ ലക്ഷ്മണനെയും തൊഴുതു. അങ്ങനെ വക്ഷസി ചേർത്തു താതൻ, ദശരഥൻ കുറച്ചു ദിവസമായിട്ട് രാമനെ കാണാത്തത് കൊണ്ടും എല്ലാം കൊണ്ടുമുള്ള ഒരു സന്തോഷത്താൽ രാമനെ പുണർന്നിട്ട് ലക്ഷ്മണനെയും ഗാഠാശ്ലേഷവും ചെയ്തു നൃപൻ. അങ്ങനെ രാമലക്ഷ്മണന്മാരെ ചേർത്ത് ഗാഠാശ്ലേഷം ചെയ്ത് തന്റെ സന്തോഷത്തെ അറിയിച്ചു ദശരഥ മഹാരാജാവ്. ജനകൻ ദശരഥൻ തന്നുടെ കൈയും പിടിച്ച്, ജനക മഹാരാജാവ് ദശരഥന്റെ കൈ പിടിച്ച് അനുമോദത്തോടുര ചെയ്തിതു. വളരെ സന്തോഷത്തോടെ ഇപ്രകാരം മധുരമായിട്ട് പറഞ്ഞു: 4 കന്യകമാരുണ്ട് എനിക്ക് കൊടുപ്പാനായി, 4 പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും. അപ്പോൾ അങ്ങനെയാകയാൽ 4 കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാൽ ഏതുമേ മടിക്കേണ്ട. അപ്പോ ഇങ്ങനെ ഒരു തീരുമാനം നമുക്കെടുത്തുകൂടെ? എനിക്ക് 4 മക്കളുണ്ട്. ഇവിടെ ജനക മഹാരാജാവിന്റെ സ്വന്തം മകളാണ് ഊർമിള. സീതാദേവിയെ അയോനിജയായിട്ട് ഉഴുതപ്പോൾ കിട്ടിയതാണ്. ഇത് കൂടാതെ ജനക മഹാരാജാവിന്റെ അനുജന്റെ മക്കളാണ് ശ്രുതകീർത്തിയും മാണ്ഡവിയും. അപ്പൊ ഇങ്ങനെയാണ് 4 പേരെ കുറിച്ച് ജനക മഹാരാജാവ് പറയുന്നത്. ഇതേപോലെ തന്നെ ദശരഥനുമുണ്ടല്ലോ 4 പേർ. അങ്ങനെയെങ്കിൽ അവർ തമ്മിൽ ഒരു വിവാഹബന്ധം നമുക്ക് ആലോചിച്ചുകൂടെ എന്ന് ചോദിച്ചു. വസിഷ്ഠൻ താനും ശതാനന്ദനും കൗശികനും, ഇവിടെ 3 ഗുരുതുല്യരായിട്ടുള്ള ഗുരുക്കന്മാരുണ്ട്. ഗുരുതുല്യർ അതായത് ഓരോരുത്തർക്കും ഓരോ സ്ഥാനത്തുള്ളവർ ഉണ്ട്. കൗശികൻ ഈ 2 പേരുടെയും ഗുരുക്കന്മാരല്ലെങ്കിലും ആ സ്ഥാനത്തുള്ളയാളാണ്. ഇങ്ങനെ ഈ 3 പേരും കൂടെ വിധിച്ചു മുഹൂർത്തവും 4 പേർക്കുമായിട്ട് യഥാക്രമം മുഹൂർത്തം കുറിച്ചു. ചിത്രമായിരിപ്പോരു മണ്ഡപം അതും തീർത്തു. ഒരു നല്ലൊരു വിവാഹ മണ്ഡപം തീർത്തു. അവിടെ എങ്ങനെയൊക്കെയാണ് അലങ്കരിച്ചത് എന്ന് പറയുന്നു. മുത്തുമാലകൾ, പുഷ്പഫലങ്ങൾ, പുഷ്പങ്ങള്, അതുപോലെ ഫലങ്ങൾ കൊണ്ടൊക്കെ, പഴങ്ങൾ കൊണ്ടും ഒക്കെ ഇങ്ങനെ അലങ്കരിച്ചു തൂക്കി. നാനാരത്ന മണ്ഡിതം, പലവിധത്തിലുള്ള രത്നങ്ങളാൽ മണ്ഡിതം അലങ്കരിക്കപ്പെട്ട
സ്തംഭതോരണങ്ങൾ, തൂണുകളും അതുപോലെ തന്നെ തോരണങ്ങളും നാട്ടി രത്നമണ്ഡിത സ്വർണപീഠവും, അവർക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് രത്നങ്ങളാൽ അലങ്കരിച്ച സ്വർണപീഠവും വച്ച് ഭക്തിയാ ശ്രീരാമപാദാംഭോജം കഴുകിച്ച് അനന്തരം. ഇവിടെ ജനക മഹാരാജാവ് തന്നെയാണ് സാധാരണ സഹോദരന്മാരാണ് ചെയ്യുക. വരന്റെ കാൽ കഴുകിക്കുന്നത് സഹോദരന്മാരാണ്. എന്നാൽ ഇവിടെ അങ്ങനെ ആരുമില്ലാത്തതിനാൽ ജനക മഹാരാജാവ് തന്നെ ശ്രീരാമപാദാംഭോജം കഴുകിച്ച് പിന്നീട് അനന്തരം ഭേരി ദുന്ദുഭി മുഖ്യ വാദ്യഘോഷങ്ങളോടും പെരുമ്പറയും മറ്റുള്ള കൊമ്പും കുഴലുമൊക്കെ ആയിട്ടുള്ള വാദ്യഘോഷങ്ങളോടെ ഹോമവും കഴിച്ചു. അവിടെ ആ ഒരു അഗ്നിസാക്ഷിയായിട്ടാണ് വിവാഹം ചെയ്യുക. അതിനു വേണ്ടിയിട്ടുള്ള ഹോമകുണ്ഡം ഒക്കെ ഒരുക്കിയിട്ട് തൻ പുത്രിയാം വൈദേഹിയെ, ഇവിടെ ശരിയായ രീതിയിലുള്ള വിവാഹം. ആദ്യം കണ്ടത് ആ ഒരു പരീക്ഷണം ജയിച്ചതിനാൽ ഉണ്ടായ ഒരു വരണമാല്യം ഒന്ന് ചാർത്തി എന്ന് മാത്രം. ഇവിടെയാണ് ശരിയായ രീതിയിലുള്ള വിവാഹം. തന്റെ പുത്രിയായിട്ടുള്ള താൻ വളർത്തി വലുതാക്കിയ വൈദേഹിയെ, വിദേഹ രാജ്യത്തെ രാജാവായ ജനകന്റെ മകൾ, അതാണ് വൈദേഹി എന്ന പേര്. അങ്ങനെയുള്ള സീതാദേവിയെ രാമന് നൽകിയിടിനാൻ ജനക മഹേന്ദ്രനും. ഇത് കഴിഞ്ഞ് ശ്രീരാമചന്ദ്രന്റെ കാൽ കഴുകിച്ച ആ ഒരു വെള്ളം, അതാണ് തത് പാദതീർത്ഥം നിജ ശിരസി ധരിച്ചുടൻ. ജനക മഹാരാജാവിന് അറിയാം ശ്രീരാമചന്ദ്രൻ ആരാണെന്ന്. അതുകൊണ്ട് തന്നെ ആ പാദതീർത്ഥം ഉൾപ്പുളകാംഗത്തോടെയാണ്, അതായത് ഉള്ളിൽ ഒരു രോമാഞ്ചമാണ്. ഇത് എത്ര മഹത്തരമായ ഒരു തീർത്ഥമാണ് താൻ ശിരസിൽ ധരിക്കുന്നത് എന്ന ആ ഒരു ഉൾപ്പുളകാംഗത്തോടെ നിന്നിതു ജനകനും. എന്നിട്ട് സ്വയം അതിനെക്കുറിച്ചൊന്ന് ആ ഒരു മഹത്വത്തെക്കുറിച്ച് ഓർക്കുകയാണ്. യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂദേശ വിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ. ഏതൊരു ദേവന്റെ പാദതീർത്ഥം ധരിക്കാനായിട്ട് മുനിമാരൊക്കെ അത്രയും കൊതിക്കുന്നുവോ, ഭൂദേശൻ, ശിവൻ, വിധി, ബ്രഹ്മാവ്, എല്ലാ മുനിമാരും ഒക്കെ ഭക്തിയോടെ അങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടിയാൽ അത്രയും ഭക്തിയോടെ ആ പാദതീർത്ഥത്തെ ധരിക്കുന്നുവോ, അങ്ങനെയുള്ള ആ പാദതീർത്ഥമാണല്ലോ ഭഗവാനെ എനിക്കിന്ന് ശിരസിൽ ധരിക്കാൻ പറ്റിയത് എന്ന ഉൾപ്പുളകത്തോടെയാണ് ജനകൻ അവിടെ നിന്നത്. പിന്നീട് പറയുന്നു, ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും കാമ്യാംഗിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാർ തന്നെ പത്നിമാരായി. ഭരതന്റെ പത്നിയായിട്ട് മാണ്ഡവിയും ശത്രുഘ്നന്റെ പത്നിയായിട്ട് ശ്രുതകീർത്തിയും. ഇങ്ങനെ എല്ലാവരും പരമാനന്ദം പൂണ്ടു എല്ലാവർക്കും സന്തോഷമായി. കുശികാത്മജനോടും, കുശികന്റെ മകൻ കൗശികൻ ഒപ്പം വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും. ഇങ്ങനെ പിന്നീട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരുന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ജനക മഹാരാജാവ് കൗശികനോടും വസിഷ്ഠനോടും കൂടി താൻ അറിഞ്ഞ ആ രഹസ്യത്തെക്കുറിച്ച് പറയുകയാണ്. മുന്നം നാരദൻ അരുൾ ചെയ്തു കേട്ടിരിപ്പൂ ഞാൻ എന്നുടെ മകളായ സീതാവൃത്താന്തമെല്ലാം. മുമ്പ് നാരദ മഹർഷി ഇവിടെ വന്നിരുന്നു. അദ്ദേഹം സീതാദേവിയുടെ വൃത്താന്തമൊക്കെ എന്നെ അറിയിച്ചിരുന്നു. എങ്ങനെയാണ് സീതയെ കിട്ടിയത് എന്ന് പറയുകയാണ്. യാഗഭൂദേശം വിശുദ്ധ്യർത്ഥമായി ഉഴുതപ്പോൾ, ഇവിടെ കുറെ നാളുകളായിട്ടൊരു യാഗം, മുമ്പ് തന്നെ പല യാഗങ്ങളും നടന്നുകൊണ്ടിരിക്കാറുണ്ട്. ഇപ്പോഴും ഒരു യാഗ ആവശ്യത്തിനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതുപോലെ പല യജ്ഞങ്ങളും ഈ രാജ്യത്ത് നടത്താറുണ്ട്. അങ്ങനെ ഒരിക്കൽ നടത്തിയ സമയത്ത് വിശുദ്ധ്യർത്ഥം, ആ ഒരു നിലമൊക്കെ വിശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് ജനക മഹാരാജാവ് തന്നെ ഉഴുതപ്പോൾ, ഏകദാ ഒരിക്കൽ സിതാമധ്യേ ഉഴവുചാലിൽ അതിന്റെ ഇടയിലായിട്ട് കാണായി കന്യാരത്നം, ഒരു പെൺകുഞ്ഞിനെ കണ്ടു. അങ്ങനെ ജാതയായോരു
ദിവ്യകന്യക തനിക്ക് ആ സിതാമധ്യത്തിൽ ജനിച്ച ആ ദിവ്യകന്യകക്ക് ഞാൻ, ജനക മഹാരാജ പറയുകയാണ്, ഞാൻ സീത എന്നൊരു നാമം വിളിച്ചേൻ അതുമൂലം. എവിടെയാണോ ജനിച്ചത് ആ ഒരു അർത്ഥത്തിൽ, ഉഴവുചാലിൽ നിന്ന് കിട്ടിയവൾ എന്ന അർത്ഥത്തിൽ സീത എന്ന പേര് ഞാൻ കൊടുത്തു. പുത്രിയായി വളർത്തു ഞാൻ ഇരിക്കും കാലത്തിങ്കൽ. അങ്ങനെ ഞാൻ എന്റെ മകളായി വളർത്തിക്കൊണ്ടിരിക്കെ ഒരു ദിവസം ഇരിക്കും കാലത്തിങ്കൽ അത്ര നാരദനെഴുന്നള്ളിനാൻ ഒരു ദിനം. എന്നിട്ട് എന്നോട് മഹാമുനി താൻ അരുൾ ചെയ്താൻ. അപ്പോൾ ഇനി നാരദമുനി പറയുന്നത്, നിന്നുടെ മകളായ സീതാവൃത്താന്തം നീ കേൾക്കുക. പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ, പരമാത്മാവ് അജൻ, പരമാത്മാവാം അജൻ, പരമാത്മാവാണ്, അജനാണ്, ഒരിക്കലും ജനിക്കാത്ത, ഒരിക്കലും നശിക്കാത്ത ആ പരമാനന്ദമൂർത്തി ഭക്തവത്സലൻ കൂടിയാണ്. അപ്പോ തന്നെ ആശ്രയിക്കുന്നവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും അവതാരമെടുക്കുന്നത്. അങ്ങനെയുള്ള ആ നാഥൻ ദേവകാര്യാർത്ഥം, ദേവന്മാരൊക്കെ പ്രാർത്ഥിച്ചതനുസരിച്ച് പങ്ക്തികണ്ഠ നിഗ്രഹത്തിനായി, ആ രാവണനെ കൊല്ലുവാൻ വേണ്ടി ദേവേന്ദ്ര വിരിഞ്ച് രുദ്രാദികൾ അർത്ഥിക്കയാൽ, ഇവരൊക്കെ പ്രാർത്ഥിച്ചതനുസരിച്ചാണ് ഭൂമിയിൽ സൂര്യ അന്വയം വംശം, സൂര്യവംശത്തിൽ വന്നവതരിച്ചിതു രാമനായിട്ട്. രാമൻ എന്ന പേരിൽ മായാമർത്യവേഷം, ഒരു നാടകത്തിനായിട്ട് ഒരു വേഷമെടുത്തണിയുന്നത് പോലെ ഈ ലോക നാടകത്തിലേക്ക് വരാൻ വേണ്ടി ഒരു മർത്യവേഷം എടുത്ത് അണിഞ്ഞ്, മർത്യവേഷം പൂണ്ടറിഞ്ഞാലും അങ്ങനെ എടുത്തണിഞ്ഞു വന്നിട്ടുണ്ട് ആ യോഗേശൻ. മനുഷ്യനായിടുമ്പോൾ ഇത് കാലം, തീർച്ചയായും ആ യോഗേശനായിട്ടുള്ള ഭഗവാൻ മനുഷ്യനാകുമ്പോൾ യോഗമായാദേവിയും മാനുഷവേഷത്തോടെ, തീർച്ചയായും ആ ഭഗവാന്റെ നാഥയായിട്ടുള്ള ശക്തി സ്വരൂപിണിയായിട്ടുള്ള ദേവി മനുഷ്യവേഷത്തിൽ ജാതയായതു. ആ ദേവിയെയാണ് അങ്ങേക്ക് ആ ഉഴവുചാലിൽ നിന്ന് കിട്ടിയത്. അങ്ങനെ ഇപ്പോൾ തവ വേശ്മനി, അങ്ങയുടെ ആ ഗൃഹത്തിൽ തത്കാരണാൽ, ഈ ഒരു കാരണം കൊണ്ടാണ്, അതായത് യോഗേശൻ മനുഷ്യനായി വന്നതുകൊണ്ട് ആ യോഗമായാദേവിയും ഇവിടെ ജനിച്ചിരിക്കുന്നു. ഇനി ഇവരെ തമ്മിൽ ചേർക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് സാദരം ശ്രീരാമന് കൊടുക്ക മടിയാതെ. ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്രകാരം നാരദനരുളിച്ചെയ്തു മറഞ്ഞിതു. ഇത് കേട്ടതിനു ശേഷം പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനും. ആ ലക്ഷ്മീദേവി തന്നെയാണല്ലോ എന്റെ വീട്ടിൽ, എന്റെ കൊട്ടാരത്തിൽ എന്ന ആ ഭക്തിയോടെയാണ് ഞാൻ സീതാദേവിയെ വളർത്തിയത്. എന്നാൽ എന്റെ മനസ്സിൽ സീതയെ ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാവൂ, എങ്ങനെയാണ് ഈ ഒരു കൂട്ടിച്ചേർക്കൽ, എങ്ങനെ ഇവരെ ഒരുമിപ്പിക്കും എന്നതിനെ കുറിച്ച് ചേതസി നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു. കുറെ നാളായി എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത, എനിക്ക് ഒന്നും അങ്ങോട്ട് മനസ്സിൽ തെളിഞ്ഞില്ല എന്നതോർത്തിരിക്കുമ്പോൾ ഒന്നു മാനസേ തോന്നി. എന്നാൽ പെട്ടെന്നൊരു ദിവസം എനിക്ക് തോന്നി, എന്തുകൊണ്ട് പന്നക വിഭൂഷണൻ തന്നനുഗ്രഹശക്തിയാ, പന്നകം ആ സർപ്പവിഭൂഷണനായിട്ടുള്ള ശ്രീ പരമശിവന്റെ തന്നെ അനുഗ്രഹം കൊണ്ട് എനിക്ക് മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം തോന്നി. മൃത്യുശാസനചാപം മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നത് മത്പുത്രിക്കെന്നൊരു പണം. മൃത്യുശാസനന്റെ, ശിവന്റെ തന്നെ ചാപം, ഈ ഒരു ചാപം ജനക മഹാരാജാവിന്റെ പൂർവപിതാമഹന് സാക്ഷാൽ പരമശിവൻ തന്നെ സമ്മാനമായി കൊടുത്തതാണ്. അത് ആ ചാപം വെച്ചിട്ട് എല്ലാ ദിവസവും പൂജിക്കുന്നു. പല യാഗങ്ങൾ നടത്തുമ്പോൾ ഈ ത്രയംബക വില്ലിന് പ്രത്യേക പൂജയും നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ആ പരമശിവനാണ് എന്റെ മനസ്സിൽ തോന്നിപ്പിച്ചത് എന്ന്
എനിക്ക് ഉറപ്പാണ്. ഈ ഒരു ചാപം മുറിക്കാൻ സാധാരണ മനുഷ്യർക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഈ ചാപം മുറിച്ചിടുന്ന പുമാൻ മനുഷ്യൻ ഭർത്താവാകുന്നത് മൽപുത്രിക്ക്, എന്റെ പുത്രിക്ക് ഭർത്താവാകുന്നത് ഈ ചാപം മുറിച്ചിടുന്ന ആളായിരിക്കും എന്നൊരു ഒരു പന്തയം ചിത്തത്തിൽ നിരൂപിച്ചു. അങ്ങനെ എന്റെ മനസ്സിൽ തോന്നിപ്പിച്ചു. ഇത് തോന്നിയ ഉടൻ തന്നെ വരുത്തി നൃപന്മാരെ. എന്നാൽ ഞാൻ ശ്രീരാമചന്ദ്രന് വേണ്ടി മാത്രം കാത്തിരിക്കുകയാണെന്ന് ആളുകൾക്ക് തോന്നാനും പാടില്ല. അതുകൊണ്ട് എല്ലാ നൃപന്മാരെയും അറിയിച്ചു. അവരൊക്കെ വന്ന് ഈ ഒരു ത്രയംബകവില്ല് എടുക്കാൻ പോലും ശക്തിയില്ല ഇതിനെന്ന്, ഒന്നെടുത്ത് പൊക്കാൻ പോലും സാധിക്കുന്നില്ലെന്ന് പൃഥ്വിപാലകന്മാരും പല രാജാക്കന്മാരും വന്ന് നോക്കിയിട്ടുണ്ട്. അവരൊക്കെ അവരുടെ ആ ഒരു ഉദ്ധതഭാവമെല്ലാം അകലെ കളഞ്ഞു. അവരുടെ ആ ഒരു അഹങ്കാരമൊക്കെ തീർന്നു എന്നല്ലാതെ ഇതൊന്ന് അനക്കാൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ ബുദ്ധിയും കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടാരല്ലോ. അവരുടെ ആ ഒരു അഹങ്കാരവും എനിക്ക് എന്തും സാധിക്കുമെന്ന അവരുടെ ആ ബുദ്ധി കെട്ടുപോയി എന്നല്ലാതെ വേറൊന്നും സംഭവിച്ചില്ല. അത് തന്നെയായിരുന്നു എന്റെയും ആ ഒരു ആശയം. ഇങ്ങനെ ആളുകൾക്ക് സംശയം വരാനും പാടില്ല. എന്നാൽ ഇതാരെ കൊണ്ടും സാധിക്കില്ല എന്ന് എനിക്കും അറിയാമായിരുന്നു. അദ്ഭുത പുരുഷനാം ഉത്പലനേത്രൻ തന്നെ. ഇപ്പൊ ഇവിടെ വിശ്വാമിത്രനാണ് ഇതിന്റെ ഇടയിൽ നിന്നത്. അതുകൊണ്ട് ജനക മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയോട് പറയാണ്, അദ്ഭുത പുരുഷനായിട്ടുള്ള ആ താമരക്കണ്ണൻ തന്നെ ത്വത്പ്രസാദത്താൽ ഇന്ന് സിദ്ധിച്ചേൻ. ഹേ മഹർഷേ, അങ്ങയുടെ പ്രസാദത്താൽ, അങ്ങയുടെ ഈ ഒരു ഇടപെടൽ കാരണം സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ. ദർപ്പക സമനായ ചിത്പുരുഷനെ നോക്കി. ദർപ്പകൻ കാമദേവൻ, കാമദേവന് തുല്യനായിട്ടുള്ള ആ ചിത്പുരുഷൻ, ചിത് സ്വരൂപൻ, ആ പ്രകാശസ്വരൂപനായിട്ടുള്ള ആ രാമചന്ദ്രനെ നോക്കി പിൽപ്പാട് തെളിഞ്ഞ് ഉര ചെയ്തു. പിൽപ്പാട് ആ ഉള്ളിൽ ഭഗവാനോടുള്ള ഒരു ഭക്തിയൊക്കെ അങ്ങോട്ട് തെളിഞ്ഞിട്ട് ഉര ചെയ്തു. ഇപ്രകാരം പറഞ്ഞു ജനകനും. അദ്യ, ഇന്ന്, മേ, എനിക്ക് അല്ലെങ്കിൽ എന്നുടെ മാനുഷ്യജന്മം സഫലമായി വന്നു. എന്റെ ഈ മനുഷ്യജന്മം സഫലമായിരിക്കുന്നു. ഖദ്യോത അയുത, ഖദ്യോതൻ സൂര്യൻ, അയുതം 10,000, സഹസ്രം, 10,000 സഹസ്രം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് അല്ലെ കോടിക്കണക്കിന്, അത്രയും സൂര്യന്മാരൊന്നിച്ച് ഉദ്യോതം ഉദിച്ചാൽ എത്രത്തോളം പ്രകാശമുണ്ടാകുമോ അത്രയും പ്രകാശരൂപത്തോടെ. ഖദ്യോത അന്വയേ, സൂര്യവംശത്തിൽ പിറന്നൊരു നിന്തിരുവടി. വിദ്യുത് സംയുതമായ, വിദ്യുത് ആ ഒരു മിന്നലോടുകൂടിയ, ജീമൂതം എന്ന പോലെ, ജീമൂതം മേഘം, ശക്തിയാം ദേവിയോടും, അങ്ങയുടെ തന്നെ ശക്തിസ്വരൂപിണിയായ ആ ദേവിയോടും യുക്തനായി കാണുക മൂലം, അങ്ങയെ എനിക്കിപ്പോൾ ഈ രീതിയിൽ, അതായത് അങ്ങ് മായാമാനുഷ്യനായിട്ട് വന്നപ്പോൾ അങ്ങയുടെ മായാദേവി ശക്തിസ്വരൂപിണി സീതാദേവിയായിട്ട് വന്നു. ആ ഒരു ഉള്ളം, അതായത് ആ ഒരു അറിവ് എന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത് എന്ന രീതിയിലാണ് ജനക മഹാരാജാവ് പറയുന്നത്. ഇവിടെ അവർ തമ്മിൽ ഒരുമിച്ച് നിന്നപ്പോഴുണ്ടായ ഒരു ഉപമ, ജീമൂതം എന്നാൽ കാർമേഘം. അപ്പോ കാർമേഘവർണ്ണനായിട്ടുള്ള ഭഗവാനോട് ചേർന്നിട്ട് അല്ലെങ്കിൽ ഭഗവാന്റെ ഇടയിൽ മിന്നുന്ന ആ മിന്നൽക്കൊടി പോലെയാണ് ദേവി അങ്ങനെ തിളങ്ങി നിൽക്കുന്നു. അപ്പൊ ഇവർ തമ്മിലുള്ള ഒരു യോജിപ്പിന്റെ ആ ഒരു കാര്യം കൂടെ പറയുകയാണ്. ഇങ്ങനെയാണല്ലോ അങ്ങിപ്പോൾ ദേവിയോടുകൂടെ നിൽക്കുന്നത്. ഇത് കാണുക മൂലം ഭക്തവത്സല മമ സിദ്ധിച്ചു മനോരഥം. എന്റെ ഈ ജന്മം സഫലമായി. എന്റെ ആഗ്രഹം ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരെയും, ഇപ്പോൾ തന്റെ മകളെന്നോ മകളുടെ ഭർത്താവെന്നോ എന്ന രീതിയിലല്ല, അതിനൊക്കെ അപ്പുറത്ത് ആ പരമാത്മസ്വരൂപനായിട്ടുള്ള ഭഗവാൻ
തന്റെ മുന്നിൽ ദേവി ശക്തിസ്വരൂപിണിയായ ദേവിയോടുകൂടെ നിൽക്കുന്നല്ലോ എന്ന ആ ഒരു സന്തോഷമാണ്. ഇനി പറയുന്നു, രക്തപങ്കജ ചരണാഗ്രേ, അങ്ങയുടെ ആ രക്തപങ്കജം, ചുവന്ന താമര പോലെയുള്ള ആ ചരണങ്ങളിൽ, ചരണാഗ്രേ സന്തതം എല്ലായ്പ്പോഴും മമ ഭക്തി സംഭവിക്കണം, എനിക്ക് ഭക്തി ഉണ്ടാവേണമേ ഭഗവാനെ. മാത്രമല്ല മുക്തിയും ലഭിക്കണം, ഈ ലോക ജീവിതത്തിൽ നിന്നൊക്കെയുള്ള മുക്തി എനിക്കുണ്ടാവേണം. ഇനി ഭഗവാനെ, ത്വത്പാദാംബുജഗളിത അമ്പുബിന്ദുക്കൾ, ഭഗവാനെ അങ്ങയുടെ ആ പാദകമലത്തിൽ നിന്ന് ഗളിതം വീണ അമ്പു ജലം, അതാണ് ഗംഗാതീർത്ഥം, അതിന്റെ ബിന്ദുക്കൾ, ഗംഗാതീർത്ഥത്തിലെ ഓരോ തുള്ളിയും ധരിച്ച് ആ ഒരു പരിശുദ്ധിയോടുകൂടെയാണല്ലോ ഉത്പലോദ്ഭവൻ ബ്രഹ്മാവ് ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു. ഈ ജഗത്ത് മുഴുവൻ ആ ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നത് ഭഗവാനെ അങ്ങയുടെ ആ പാദാംബുജത്തിൽ നിന്നുള്ള ആ തീർത്ഥത്തിന്റെ അനുഗ്രഹത്താലാണല്ലോ. ഇനി ത്വത്പാദാംബുജഗളിത അമ്പുധാരണം കൊണ്ട് സർപ്പഭൂഷണൻ ശിവനാകട്ടെ ജഗത്തൊക്കെ സംഹരിക്കുന്നു. ഈ ലോകം മുഴുവൻ സംഹരിക്കുന്നതും അങ്ങയുടെ ആ പാദതീർത്ഥത്തിന്റെ ആ ഒരു ധാരണം ശിരസിൽ ധരിക്കുന്നത് കൊണ്ടാണല്ലോ. ഇനി ത്വത്പാദാംബുജഗളിത അമ്പുധാരണം കൊണ്ട് സൽപുമാൻ, നല്ല മനുഷ്യൻ, അതായത് ഒരു സജ്ജനമായിട്ടുള്ള, അസുരവംശത്തിലാണ് പിറന്നതെങ്കിലും തന്റെ ആ ഒരു വ്യക്തിപ്രഭാവം കൊണ്ട് ഒരു സജ്ജനമായിട്ട് കണക്കാക്കുന്ന മഹാബലി, ആ മഹാബലിയെ അങ്ങ് ആ വാമനാവതാരത്തിൽ ആദ്യം സുതലത്തിലേക്ക് അവിടെ പോകാൻ അനുഗ്രഹിച്ചു, അവിടെ പോയിട്ട് സുഖമായി വാഴണമെന്ന് അനുഗ്രഹിച്ചു. പിന്നീട് ഇനി വരുന്ന മന്വന്തരത്തിലെ ഇന്ദ്രനായി തീരട്ടെ എന്ന് അങ്ങ് അനുഗ്രഹിച്ചല്ലോ. ഇങ്ങനെ അനുഗ്രഹിക്കുന്നതിന് മുൻപ് അങ്ങയുടെ ആ പാദം കൊണ്ടുള്ള ആ ഒരു അനുഗ്രഹവും അങ്ങ് ആ മഹാബലിക്ക് കൊടുത്തല്ലോ. അങ്ങനെയാണല്ലോ ആ മഹാബലിക്ക് ഐന്ദ്രം പദം സിദ്ധിച്ചത്, ആ ഇന്ദ്രപദവിയെ സിദ്ധിച്ചത് അങ്ങനെയാണല്ലോ. ഇനി ഇതാ ഏറ്റവും അടുത്ത് ത്വത്പാദാംബുജ രജസൃഷ്ടി കൊണ്ട് അഹല്യയും, ഇപ്പോൾ ഈ അടുത്ത് തന്നെയാണല്ലോ അങ്ങയുടെ ആ പാദാംബുജത്തിലെ പൊടി, അവിടെ ഭഗവാന്റെ കാലടിയിലെ പാദരേണുക്കൾ കൊണ്ട് അഹല്യയും കിൽബിഷത്തോട്, ആ പാപത്തോട് വേർപ്പെട്ടിട്ട് നിർമ്മലയായാളല്ലോ. നിൻതിരുവടിയുടെ നാമകീർത്തനം കൊണ്ട് ബന്ധവുമകന്ന് മോക്ഷത്തെയും പ്രാപിക്കുന്നു. ഈ ലോകം സത്യമാണെന്നുള്ള ആളുകളുടെ ചിന്ത കൊണ്ടാണ് അവർക്ക് ദുഃഖമുണ്ടാകുന്നത് എന്ന് പലരും അറിയുന്നില്ല. അങ്ങനെ ആ ബന്ധം അകലാൻ അങ്ങയുടെ നാമകീർത്തനം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങയിൽ മനസ്സ് വെച്ചാൽ മാത്രമേ ഈ ബന്ധമകന്നിട്ട് ഈ ലോകത്തിലെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ആശങ്കകളിൽ നിന്നൊക്കെ മോക്ഷത്തെ പ്രാപിക്കുന്നുള്ളൂ. ഇങ്ങനെ സന്തതം യോഗസ്ഥന്മാരാകിയ ആ യോഗീശ്വരന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ. ആ മുനീന്ദ്രന്മാരൊക്കെ അങ്ങയുടെ നാമസങ്കീർത്തനം കൊണ്ടാണ് ഈ രീതിയിൽ മോക്ഷത്തെ പ്രാപിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള അങ്ങയുടെ പാദപങ്കജദ്വയം ചിന്തിക്കായി വരേണമേ, എനിക്കെന്നും എന്റെ മനസ്സിൽ ഉണ്ടാകേണമേ ഭഗവാനെ. ഇത്തമോരോന്നേ ചൊല്ലി സ്തുതിച്ചു ജനകനും പിന്നീട് ആ ഒരു താത്വികമായ ചിന്തയിൽ നിന്ന് മാറിയിട്ട് ഒരു ഭാര്യാപിതാവിന്റെ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് വരികയാണ്. ഭക്തി കൈക്കൊണ്ടു കൊടുത്തിയിടിനാൻ മഹാധനം, സ്ത്രീധനം. ഇവിടെ സ്ത്രീധനം ചോദിച്ചു വാങ്ങിക്കുകയല്ല, സന്തോഷത്താൽ തങ്ങൾക്കുള്ളത് കൊടുക്കുകയാണ്. കരികൾ 600, കരി ആന 600 ആനകൾ, 10,000 തേര്, തുരകങ്ങൾ കുതിരകൾ നൽകിയിടിനാൻ 100,000. പത്തി എന്നാൽ കാലാൾപ്പട, അത് 1,00,000. പിന്നീട് 300 ദാസികളും, വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ള ബഹുവിധം വസ്ത്രങ്ങൾ, മുത്തുമാലകൾ, ദിവ്യരത്നങ്ങൾ പലതരം, ഇതൊക്കെ പലതരത്തിലാണ്. പ്രത്യേകം 100 കോടി കാഞ്ചനഭാരങ്ങളും. ഇതൊന്നും പോരാഞ്ഞിട്ട് 100 കോടി, 100 പണത്തൂക്കം അല്ലെങ്കിൽ ആ ഒരു കിലോ എന്നൊക്കെ പറയുന്ന ആ ഒരു കണക്കായിരിക്കാം. ആ രീതിയിൽ അത്രയും
കാഞ്ചനഭാരം സീതാദേവിക്ക് കൊടുത്തിടിനാൻ ജനകനും. ഇതൊക്കെ പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും, സന്തോഷത്തോടെ സ്വീകരിച്ചു. വിധിനന്ദന പ്രമുഖന്മാരാം മുനികളെ വിധിപൂർവകം ഭക്ത്യാ പൂജിച്ചു വണങ്ങിനാൻ. പിന്നീട് വിധിനന്ദനൻ വസിഷ്ഠ മഹർഷി, ബ്രഹ്മാവിന്റെ മകൻ, അങ്ങനെയുള്ള പ്രമുഖന്മാരായിട്ടുള്ള മുനികളെയൊക്കെ ജനക മഹാരാജാവ് വിധിപൂർവകം പൂജിച്ചു. കാരണം ഇവിടെ തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ്. ഒപ്പം സമ്മാനിച്ചിതു സുമന്ത്രാദി മന്ത്രികളെയും, സമ്മാനിക്കുക എന്ന് വെച്ചാൽ മാനിക്കുക, ബഹുമാനിക്കുക, സുമന്ത്രാദി മന്ത്രികളെയും ബഹുമാനിച്ചു. അങ്ങനെ സമ്മോദം പൂണ്ട് ദശരഥനും പുറപ്പെട്ടു. കൽമഷമകന്നൊരു ജനക നൃപേന്ദ്രനും, മനസ്സിലെ ആ ഒരു ആശങ്കയുണ്ടായിരുന്നു, ശ്രീരാമചന്ദ്രന് എങ്ങനെ തന്റെ മകളായ സീതയെ കൊടുക്കും. ഇപ്പോൾ എല്ലാ ആശങ്കയും അകന്നു, മനസ്സിന് തൃപ്തിയായി. അങ്ങനെയുള്ള ജനക നൃപേന്ദ്രനും തന്മകളായ സീത തന്നെയും ആശ്ലേഷിച്ചു. പിന്നീട് നിർമ്മലഗാത്രിയായ പുത്രിക്ക് പതിവ്രതാ ധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴി പോലെ. അപ്പോ ഇതൊക്കെ അച്ഛനമ്മമാരുടെ ഒരു ഉത്തരവാദിത്തമാണ്. കല്യാണം കഴിഞ്ഞു പോകുന്ന മകൾക്ക് അവിടെ എത്തിയാൽ എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് മുൻകൂട്ടി തന്നെ ഒരു ഉപദേശം അച്ഛനമ്മമാർ കൊടുക്കണം. ഇവിടെ സീതാദേവിക്ക് സ്വന്തം അമ്മ അങ്ങനെ ഒരാളില്ലാത്തത് കൊണ്ടായിരിക്കാം ഇവിടെ ജനക മഹാരാജാവ് ഉപദേശിച്ചു എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പതിവ്രതയായ ഭാര്യ എങ്ങനെ ഇരിക്കണമെന്നൊക്കെ പുത്രിയെ ഉപദേശിച്ചു. പിന്നീട് ചിന്മയൻ മായാമയനായ രാഘവൻ നിജധർമ്മധാരങ്ങളോടും, ധർമ്മധാരം എന്ന് വെച്ചാൽ ധർമ്മപത്നിയായിട്ടുള്ള സീതാദേവിയോടും കൂടവേ മറ്റുള്ളവരൊക്കെ ആയിട്ട് അങ്ങനെ പുറപ്പെട്ടു. ആ ഘോഷയാത്രയെ കുറിച്ച് പറയുന്നു. മൃദംഗ ആനക ഭേരി തൂര്യഘോഷങ്ങൾ. മൃദംഗം, ആനകം ഒരു പ്രത്യേകതരം ഡ്രമ്മാണ്, ഭേരി പെരുമ്പറ, തൂര്യഘോഷങ്ങൾ കൊമ്പ്, കുഴല് തുടങ്ങിയവയൊക്കെ, മൃദുനാദങ്ങൾ തേടും വീണയും, വീണയുണ്ട്, കുഴലുകളുണ്ട്, ശൃംഗകാഹളങ്ങളും, ശൃംഗം അങ്ങനെ ഉച്ചത്തിലുള്ള ആ ഒരു കാഹളം, മദ്ദളം, ഇടയ്ക്കകൾ, ശൃംഗാരരസ പരിപൂർണ വേഷങ്ങളോടും. ആ കൂടെ നടക്കുന്ന ആളുകളൊക്കെ നമ്മളൊരു ഘോഷയാത്രക്കൊക്കെ കാണുന്നത് പോലെ പല വിധത്തിലുള്ള വേഷങ്ങൾ ധരിച്ച ആളുകളും അതിന്റെ കൂടെ നൃത്തവും പാട്ടുമൊക്കെ ആയിട്ടുണ്ട്. ആന, തേർ, കുതിര, കാലാൾ ഇങ്ങനെയുള്ള പടയോടും ആനന്ദമോടും പിതൃമാതൃ ഭ്രാതാക്കളോടും, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഒപ്പം കൗശിക വസിഷ്ഠാദി താപസേന്ദ്രന്മാരായ ദേശികന്മാരോടും. ദേശിക ഗുരുക്കന്മാരെന്നാൽ നമുക്ക് വേണ്ട ഉപദേശം വേണ്ട രീതിയിൽ തരുന്നവരാണ് ദേശിക ഗുരുക്കന്മാർ. അങ്ങനെയുള്ള കൗശികനോടും വസിഷ്ഠാദികളോടും, ഒപ്പം ഭൃത്യ അമാത്യാദികൾ, ഭൃത്യജനങ്ങൾ, മന്ത്രിമാർ ഇങ്ങനെയൊക്കെ എല്ലാവരോടും വേഗമോട് അയോധ്യയ്ക്കമ്മാറ് തിരിച്ചപ്പോൾ. ഇങ്ങനെ പുറപ്പെട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ആകാശദേശേ വിമാനങ്ങളും നിറഞ്ഞുതേ. ഈ ഒരു ഘോഷയാത്ര കാണാൻ ദേവന്മാരൊക്കെ അങ്ങനെ ആകാശത്ത് വന്നു നിറഞ്ഞു. ഇങ്ങനെ സന്നാഹത്തോട് നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്ന് യാത്ര അയച്ചോരനന്തരം കുറച്ചു ദൂരം ജനകനും കൂടെ നടന്നു എന്നാണ് പറയുന്നത്. വെൺകൊറ്റക്കുടതഴ വെൺചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴും ആലവട്ടങ്ങളോടും. ആ ഒരു വെൺകൊറ്റക്കുടയും വെൺചാമരങ്ങളും തിങ്കൾ മണ്ഡലം തൊഴുമെന്നാൽ ആ ഒരു ചന്ദ്രമണ്ഡലം തൊഴുതുപോകുന്ന അത്രയും പ്രകാശമുള്ള ആലവട്ടങ്ങൾ, ദീപപ്രഭ, അങ്ങനെയുള്ള വിളക്കുകളൊക്കെ ആയിട്ട്, ഒപ്പം ചെങ്കൊടിക്കൂറകൾ കൊണ്ട് അങ്കിത ധ്വജങ്ങളും, നല്ല ചുവന്ന കൊടിക്കൂറകൾ അങ്ങനെ അതുകൊണ്ട് അങ്കിതമായിട്ടുള്ള ആ ഒരു കൊടിക്കൂറകൾ കൊണ്ട് അലങ്കൃതമായിട്ടുള്ള കൊടിതോരണങ്ങളും കുങ്കുമ മലയജ കസ്തൂരിഗന്ധത്തോടും, കുങ്കുമം, മലയജം, ചന്ദനം, കസ്തൂരിഗന്ധം തുടങ്ങിയ ആ ഒരു ധൂപം അതൊക്കെ ഇങ്ങനെ അതിന്റെ കൂടെയുണ്ട്. അപ്പൊ ആ ഒരു സുഗന്ധവും പരക്കുന്ന ആ ഒരു ഘോഷയാത്ര
നടന്നു വിരവോടു 3 യോജന വഴി. ഒരു 3 യോജന പിന്നിട്ടപ്പോൾ വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം. ആ ഒരു എന്തൊക്കെയോ ഒരു ദുഷ്യഗുണങ്ങളൊക്കെ കാണാൻ തുടങ്ങി. ആദ്യമൊക്കെ ഉണ്ടായിരുന്ന ഒരു സന്തോഷം അതിൽ നിന്ന് മാറിയിട്ട് ചില ദുർനിമിത്തങ്ങൾ കണ്ടു തുടങ്ങി എന്ന് പറയുന്നു.